യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. റോമിലും ഈ പഴയ വിശ്വാസികൾ അല്ലെങ്കിൽ ഈ യഹൂദന്മാരിൽ നിന്ന് വന്ന ആദ്യത്തെ വിശ്വാസികൾ, യെരുശലേമിൽ നിന്ന് വന്ന വിശ്വാസികൾ, അവർക്ക് എപ്പോഴും ഈ ആത്മീയമായിട്ട് ക്ഷീണിക്കുമ്പോൾ അവരവരുടെ ന്യായപ്രമാണത്തെ മുറുകെ പിടിക്കും. ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, അവരവരുടെ ന്യായപ്രമാണത്തെ മുറുകെ പിടിക്കും, അവരവരുടെ പിതാക്കന്മാരുടെ വഴികളെ മുറുകെ പിടിക്കും. അപ്പോഴെല്ലാം നിങ്ങളൊന്നും പുതിയ ജാതികളിൽ നിന്ന് വന്ന വിശ്വാസി, നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാനൊന്നും വരണ്ട, ഞങ്ങൾക്കറിയാം എന്തുവാണ് ഞങ്ങളുടെ പിതാവ് തൊട്ട് എബ്രഹാം തൊട്ട് ഞങ്ങൾക്ക് ലഭിച്ച വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് ഞങ്ങൾ അനുഭവിച്ചു ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ പുകഴുമ്പോൾ പൗലോസ് പക്ഷെ അവർ നിമിത്തമാണ് ആത്മാവിലൊരു പുതുക്കം പോലും പ്രാപിക്കുവാൻ കഴിയാതിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കൊരിന്ത് സഭയോട് പറയുന്ന പോലെ തന്നെ റോമിലെ സഭയോട് വ്യക്തമായിട്ട് നീ യഹൂദനാണെങ്കിലും നീ യവനനാണെങ്കിലും എന്തില്ല, ദർ ഈസ് നോ സ്പെഷ്യാലിറ്റി, ഒരു വിശേഷതയുമില്ല. നീ കർത്താവിൽ വളർന്നില്ലെങ്കിൽ, നീ ആത്മാവിൽ പുതുക്കം പ്രാപിച്ചില്ലെങ്കിൽ, കർത്താവ് ആഗ്രഹിക്കുന്ന നിന്നെ വിളിച്ച വിളിയുണ്ടല്ലോ, ആ വിളി അനുസരിച്ച് നീ ആ പെർഫെക്ഷനിലേക്ക് വളർന്നില്ലെങ്കിൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കാമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ അവരെ അങ്ങനെ ആക്കി തീർക്കുന്നത് ആ ന്യായ പ്രമാണമാണ്. റോമർക്ക് എഴുതിയിരിക്കുന്ന ലേഖനത്തിൻ്റെ അകത്ത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് ആരും നോ വൺ കംസ് ടു ജസ്റ്റിഫിക്കേഷൻ, ആരും അല്ലെങ്കിൽ ന്യായപ്രമാണത്താൽ നീതീകരണം പ്രാപിക്കുന്നില്ല. ബൈ ദ ലോ നോ വൺ ഈസ് ജസ്റ്റിഫൈഡ്. വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് ന്യായപ്രമാണത്താൽ ആരും നീതീകരണം പ്രാപിക്കുന്നില്ല. പിന്നെ ഏതൊരു പ്രമാണത്താലാണ് നീതീകരണം പ്രാപിക്കുന്നത്? നീതീകരണം പ്രാപിച്ചാലേ പറ്റുമല്ലോ. വി ഹാവ് ടു ബി ജസ്റ്റിഫൈഡ്, വി ഹാവ് ടു ബി സാങ്ക്ടിഫൈഡ്. ശുദ്ധീകരണം പ്രാപിച്ചാലേ പറ്റൂ, നീതീകരണം പ്രാപിച്ചാലേ പറ്റൂ. അതിനാണ് കർത്താവ് നമ്മളെ വിളിച്ച് രക്ഷിക്കപ്പെട്ട ദിവസം തൊട്ട് നമ്മുടെ ജീവിതത്തിൽ പണി ആരംഭിച്ചത്. യെസ്, അല്ല പ്രാപിച്ചാലേ പറ്റൂ. ദർ ഈസ് നോ അതർ വേ. അതെങ്ങനെയാണ് പിന്നെ? അതിനാണ് കർത്താവ് ഒരു പുതിയ പ്രമാണം. റോമർ ലേഖനമൊക്കെ പഠിച്ചപ്പോൾ 8-9 അധ്യായത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. ആ പഴയത് ഇറ്റ് വാസ് നോട്ട് കംപ്ലീറ്റ്, അതിന് നീക്കം വന്നു. കർത്താവ് നമുക്കൊരു പുതിയ, അത് തന്നെയാണ് ഇവിടെ കൊരിന്തിനോട് ഇത് ഇടയ്ക്കിടയ്ക്ക് പറയാൻ കാരണമുണ്ട്. ഇവരുടെ ആത്മീയ ക്ഷീണത്തിൽ അപ്പോസ്തലന്മാർക്കൂടി ലഭിച്ച ആ പുതിയ നിയമ ഉപദേശങ്ങളും ലേഖനങ്ങളും അതിൽ ഉള്ള ആ വളർച്ചയും ശുശ്രൂഷയും ദൈവദാസന്മാർ പോലും ഈ കൊരിന്തിലൊക്കെ ഇത്രയും പാപം വരാൻ കാരണം എന്നാ? ജാതികൾ കേട്ടാൽ ഞെട്ടുകയും സ്വന്തം അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നവൻ സഭയിൽ ബിഗ് ഷോട്ടാ. പാസ്റ്ററിന് ഒരു ആക്ഷൻ എടുക്കാൻ കാര്യം എന്നാ? ദൈവദാസനും ശുശ്രൂഷ എവിടെ നിന്നായി? പഴയ നിയമത്തിൽ നിന്നായി, ന്യായപ്രമാണത്തിൽ നിന്നായി. വിശ്വാസികൾ അപ്പോസ്തലന്മാർ ഓരോ സ്ഥലത്തും, പ്രത്യേകിച്ച് പൗലോസ് നിമിത്തം ഉണ്ടായ സഭകളാണല്ലോ. പൗലോസ് പറയുന്നത് എങ്ങനെയാണ്? ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരണം. അപ്പം ആ പുതിയ നിയമ പ്രമാണം ഒരുവനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിൽക്കുന്ന, ടു മേക്ക് എ പേഴ്സൺ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. അല്ലെങ്കിൽ ആ പ്രമാണം മാത്രമേ നമ്മളെ, പഴയ നിയമം വേണ്ട എന്നല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കല്. പഴയ നിയമത്തിലാണ് നമ്മൾ യഹോവയായ ദൈവത്തെ പറ്റി അറിയുന്നത്. പഴയ നിയമത്തിലാണ് നമ്മൾ ദൈവം എത്ര ഭയങ്കരനാണെന്ന് അറിയുന്നത്. പഴയ നിയമത്തിലാണ് ദൈവം ഇസ്രായേലിനെ എന്തുകൊണ്ട് വിളിച്ചു, എന്തുകൊണ്ട് ശിക്ഷിച്ചു, ദൈവത്തിൻ്റെ ശിക്ഷ എത്ര കഠിനമാണ്. ഭൂമി പിളർന്ന് വരെ എന്ത് ചെയ്തു? ദൈവത്തോട് എതിർത്ത് നിന്നാൽ, ആദ്യമായിട്ടല്ലേ കേൾക്കുന്നത് നമ്മളങ്ങനെ ഒരു സംഭവം. അതെ, ഭൂമി പിളർന്ന് എന്ത് ചെയ്തു? ഓരോ പ്രാവശ്യവും പ്രമാണം കൊടുത്തപ്പോൾ അനുസരിക്കാഞ്ഞ സമയത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചില്ലേ? 7-ാമത്തെ വാക്യം കൂടി വായിക്കാം. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണശുശ്രൂഷ നീക്കപ്പെടുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകയില്ലയോ? 6-ാമത്തെ വാക്യം കൂടി ഒന്ന് വായിച്ച്. ഏതാണ് ഈ അക്ഷരത്തിൻ്റെ ശുശ്രൂഷ? കൽപ്പലകയിൽ എഴുതിയ അത്രയേ ഉള്ളൂ. അക്ഷരത്തിൻ്റെ ശുശ്രൂഷയാലല്ല, അവൻ നമ്മൾ എന്തുവാ? ആത്മാവിൻ്റെ ശുശ്രൂഷയാലാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പഠിച്ചു. എന്തുകൊണ്ടാണ് ഇവിടെ അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു എന്ന് പറയുവാനിടയെ തീർന്നത്? കഴിഞ്ഞ ആഴ്ച ഇല്ലാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ആ ഭാഗം ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. പുറപ്പാട് പുസ്തകമൊക്കെ നമ്മൾ 32-34 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കണ്ടതാ, സീനായ് പർവ്വതത്തിൽ നിന്ന് മോശ കൽപ്പലകയുമായിട്ട് ഇറങ്ങി വന്നപ്പോൾ ഇവിടെ കണ്ടത് എന്തുവാ? ഇവിടെ കണ്ടത് വിഗ്രഹാരാധന. ദൈവത്തിൻ്റെ മക്കൾ ഈജിപ്തിൽ കണ്ട ഒരു ഡാൻസും പാർട്ടിയും ഒരു രൂപത്തെയും ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ ചുറ്റിനും ആടിപ്പാടുന്നു. താൻ എന്ത് ചെയ്തു? താനത് എറിഞ്ഞു പൊട്ടിക്കുകയും ആ സ്വർണ്ണ കാളക്കുട്ടിയെ പൊടിച്ച് അരച്ച് വെള്ളത്തിൽ കലക്കി അവരെ കൊണ്ട് വെള്ളം കുടിപ്പിച്ചിട്ട് ഇസ്രായേലിനോട് പറഞ്ഞു,
നിങ്ങളിൽ ആരാണ് നിങ്ങളുടെ വാളെടുത്തിട്ട് നിങ്ങളുടെ സഹോദരനാണെങ്കിലും നിങ്ങളുടെ മകനാണെങ്കിലും നിങ്ങളുടെ കമ്പാനിയൻ ആണെങ്കിലും എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത്, വെട്ടിക്കൊല്ലുവാണെങ്കിൽ, വെട്ടിക്കൊല്ലണം എന്നൊരു പ്രമാണം കൊടുത്തു. അന്ന് ലേവി ഗോത്രമാണ് അതിനുവേണ്ടി ധൈര്യമായിട്ട് ഇറങ്ങി. അന്ന് 3000 പേര് മരിച്ചു. അപ്പോൾ പഴയ നിയമ പ്രമാണം കൊടുത്ത ദിവസം, ആദ്യമായിട്ട് 10 കൽപ്പന ആദ്യമായിട്ട് ലഭിച്ച ദിവസം, മോശെ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ജനത്തിന് കൊടുക്കാൻ ഇറങ്ങി വന്നപ്പോൾ അന്ന് ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടായി. എത്ര പേര് മരിച്ചു? ഇവിടെ പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാ. അന്ന് ഒറ്റ പ്രസംഗത്തിൽ എത്ര പേര് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു? 3000 പേര്. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് ആ ആഴത്തിൽ പറയുന്നത്, അക്ഷരം കൊല്ലുന്നു, ന്യായപ്രമാണം കൊടുത്ത ദിവസം 3000 പേര്. പുതിയ നിയമപ്രമാണം, സുവിശേഷം പ്രസംഗിച്ച് യേശുവിൽ കൂടെയുള്ള രക്ഷ, സ്നാനം പ്രസംഗിച്ച ദിവസം, മാനസാന്തരം, ആത്മാനിറവ് ഹല്ലേലൂയ പ്രസംഗിച്ച ദിവസം അന്ന് എത്ര പേര് ജീവൻ പ്രാപിച്ചു? 3000 പേര് രക്ഷിക്കപ്പെട്ടു. they were born again. വീണ്ടും ജനനം പ്രാപിച്ചു, പുതുജീവൻ പ്രാപിച്ചു. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിക്കുന്നു. പൗലോസ് ആദ്യം തൊട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്തില്ല, ആദ്യം തൊട്ട് പറയുക എന്നെ വിളിച്ചിരിക്കുന്നത്. പൗലോസ് പറയുക ആ ടീമോട് ഒന്നിച്ചുള്ളോട് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്തിൻ്റെ ശുശ്രൂഷകരായിട്ടാണ്? ആത്മാവിൻ്റെ ശുശ്രൂഷകരായിട്ടാണ്. എന്നിട്ട് നമ്മൾ ഇനി 7ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖത്തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ള കല്ലിൽ. എന്നിട്ട് ഇനി ഒരു കമ്പാരിസണാണ് ഈ കല്ലിൽ കൊത്തിയ ശുശ്രൂഷ. ഇടയ്ക്കിടയ്ക്ക് എഴുതുന്നുണ്ട് ഈ കല്ലിൽ കൊത്തിയ പ്രമാണം. അതേതാ? ന്യായപ്രമാണം, 10 കൽപ്പന, ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് ലോ അല്ലെങ്കിൽ ദ ലോ. അപ്പോൾ ഈ പഴയ നിയമ പ്രമാണം ഇത് കല്ലിൽ കൊത്തിയതാണ്, ഇത് നീക്കം വരുന്നതാണ്. അത് നമ്മൾ ഭാഗം ചിന്തിച്ചതാണ്, ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. എക്സോഡസ് 34 എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് അവർക്ക് മോശയുടെ മുഖത്തെ തേജസ് കാണുവാൻ കഴിയാതെ ഈ പുട്ട വെയിൽ താൻ എന്ത് ചെയ്തു, ഒരു സ്കാഫ് പോലെ ഒരു മൂടുപടം താൻ എന്ത് ചെയ്തു, മുഖത്തിട്ടു. പക്ഷേ അവിടെ അത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് സ്ഥിരം മൂടുപടം ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു താൻ? അല്ല. കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ആ തേജസ് ഇറ്റ് വാസ് ഫെയ്ഡിങ് അവേ എന്ന് ഇവിടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പാസിങ് അവേ ഓർ ഫെയ്ഡിങ് അവേ. അത് 13ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ നമ്മളതിലേക്ക് വരിക. എങ്കിലും ഒന്നുകൂടെ വായിച്ചു 13ാമത്തെ 3:13 2 Corinthians. ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെ അല്ല. ഇവിടെ ആണ് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് നീങ്ങിപ്പോകുന്നത്. ഇംഗ്ലീഷ് ബൈബിൾ ഇവിടെ എഴുതിയേക്കുന്ന ദി എൻഡ് ഓഫ് വാട്ട് വാസ് പാസിങ് അവേ. ആംപ്ലിഫൈഡ് വേർഷനോട് ഞാൻ നോക്കുമായിരുന്നു, അവിടും എഴുതിയിരിക്കുന്ന ഫിനിഷ് ഓഫ് ദ വാനിഷിങ് സ്പ്ലെൻഡർ. ആ വലിയ തേജസ്സിൻ്റെ വാട്ട് വാസ് പാസിങ് അവേ, അതിൻ്റെ എൻഡ്, അതിൻ്റെ അന്ത്യം കാണാത്ത വണ്ണം അതിനുവേണ്ടി ആ മോശ മൂടുപടം ഇട്ടത്. പഴയ നിയമത്തിൽ വെറുതെ തേജസ് വന്നു, ആൾക്കാർക്ക് കാണാൻ പറ്റിയില്ല, മൂടുപടം ഇട്ടു എന്ന് പറയുമ്പോൾ, പുതിയ നിയമത്തിൽ ആഴത്തിൽ ഉള്ള വെളിപ്പാട് പ്രാപിച്ചുകൊണ്ട് അപ്പോസ്തലൻ പറയുക ആ മൂടുപടം, ആ തേജസ് നിലനിന്നില്ല. അത് കുറച്ച് കഴിഞ്ഞ് എന്ത് ചെയ്തു, ആ തേജസ് അതങ്ങ് കുറഞ്ഞു പോയി. അപ്പോൾ ജനങ്ങൾ അത് കാണല്ല. ആ തേജസ്സിൽ ഉള്ള മോശ കണ്ടിട്ട് പിന്നെ ഇങ്ങനെ കുറഞ്ഞു പോകുന്ന ആ ഫേസ് കാണാതിരിപ്പാൻ 13ാമത്തെ വാക്യത്തിലേക്ക് വരൂ. അത് വളരെ വ്യക്തമാണ്. സോ ദാറ്റ് ദ പീപ്പിൾ വോണ്ട് സീ ദി എൻഡ് ഓഫ് വാട്ട് വാസ് പാസിങ് അവേ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം എന്നിട്ടാണ് ഇവിടെ പറയുന്നത് പഴയ നിയമത്തിലെ തേജസ് കുറച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യും, ശക്തി പ്രാപിച്ചാലും തേജസ് പ്രാപിച്ചാലും സന്തോഷം പ്രാപിച്ചാലും. അതല്ലേ നമ്മൾ പഴയ നിയമത്തിൽ കണ്ടത്. അവരും മിറിയാമും എല്ലാം തപ്പും എടുത്തും നൃത്തം ചെയ്തു. പെട്ടെന്നായിരുന്നു. ഇച്ചിരി കഴിഞ്ഞങ്ങോട്ട് വിശന്നപ്പോൾ, ദാഹിച്ചപ്പോൾ, വെള്ളം കിട്ടാത്തപ്പോൾ, ഇറച്ചി കിട്ടാത്തപ്പോഴൊക്കെ എന്ത് ചെയ്തു, അവരെന്ത് ചെയ്തു, പെറുപെറുത്തു. ഈ പ്രാപിച്ച് ആരാധനയൊക്കെ എവിടെ പോയി? ആരാഴ്ച സമയത്ത് അവരുടെ മേൽ ആത്മാവ് വന്നിട്ട് തന്നെ ആരാഴ്ച. വെറിയത്തിൻ്റെ പാട്ടുമൊക്കെ ബൈബിളിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അത് വളരെ ആഴത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അല്ലെ, ആരാധന കുറവാണെന്നല്ല, പക്ഷേ അവിടെ ആരാധനയുടെ ശക്തിയും ആ വചനത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ നിറവും തേജസ്സും നമ്മുടെ മേൽ വരുന്നത് ഇറ്റ് പാസസ് അവേ. ആവശ്യമുള്ള സമയത്ത് വരിക, അത് പോകുക, അത്രയുമേ ഉള്ളായിരുന്നു പഴയ നിയമത്തിൽ. അതുകൊണ്ടാണ് ഇനിയാണ് ആ കമ്പാരിസൺ. 7ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, കല്ലിൽ കൊത്തിയ പ്രമാണത്തിൻ്റെ തേജസ് അത് ഇത്രയുമെങ്കിൽ മോശയ്ക്ക് ആൾക്കാരുടെ മുഖത്ത് നോക്കുവാൻ കഴിയാതെ തേജസ്സുള്ളതായി നിറച്ചെങ്കിൽ പുതിയ നിയമത്തിൻ്റെ പ്രമാണം, ആത്മാവിലുള്ള പ്രമാണം അതിനേക്കാൾ ഹൗ മച്ച് മോർ ഗ്ലോറിയസ്. ഇനി തൊട്ട് നമ്മളൊരു സൂപ്പർലേറ്റീവ് എക്സ്പ്രഷനിലേക്ക് അല്ലേ, വെറും ഗ്ലോറിയസ് അല്ല, മോർ ഗ്ലോറിയസ് അല്ല, ഹൗ മച്ച് മോർ മീൻസ് ദർ ഇസ് നത്തിങ് മോർ ഗ്ലോറിയസ് ദാൻ ദാറ്റ്. അല്ലെ, അതിനേക്കാൾ തേജസ് ഉള്ളത് ഒന്നും ഡിസ്ക്രൈബ് ചെയ്യാൻ. സൂര്യൻ്റെ തേജസ് ഒന്നും അല്ല, സൂര്യൻ്റെ തേജസ്സും ചന്ദ്രൻ്റെ തേജസ് ഒന്നും അല്ല.
സൂര്യനെ സൃഷ്ടിച്ചവൻ്റെ തേജസ്, അത് ആ പൂർണ്ണ തേജസ്, ഹല്ലേലൂയ, ഇല്ലേ, ആ ഉദയനക്ഷത്രത്തിൻ്റെ തേജസ് നമ്മുടെ മേൽ വരുമ്പോൾ ഹൗ മച്ച് മോർ ഗ്ലോറിയസ്. അപ്പം നമ്മൾ അപ്പം 1 കൊരിന്ത്യർ അവരുടെ പാപം പറയുവായിരുന്നു. 5-ാം അധ്യായത്തിൽ ആ പാപി എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? പുറത്തു കളയാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ 2 കൊരിന്ത്യർ വായിച്ചപ്പോൾ തന്നെ എന്ത് ചെയ്യാനാണ്? ഹല്ലേലൂയ, സ്വീകരിച്ച് ദൈവസ്നേഹത്ത് 10 വർഷത്തോളം അല്ലെ 5-8 വർഷം എന്തുപോലും ആയിട്ടുണ്ട്. നിങ്ങൾ സ്വീകരിച്ചോളാരും പറയുന്നില്ല. തള്ളിക്കളയുന്ന ഒരു പ്രമാണമല്ല. ഏതു വിധേന പലവട്ടം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് കാണും. എന്നിട്ടും താൻ തീരുമാനമെടുക്കാതെ അല്പം പുളിപ്പ് മതി സഭ മുഴുവനും പുളിപ്പിക്കാൻ. അങ്ങനെ വരാതിരിക്കാനും ദേശത്ത് ദൈവനാമം ദുഷിപ്പിക്കാതിരിക്കാനാണ് കർത്താവ് ചെയ്യുന്ന. ഒരാളോട് ഈ സഭയിൽ നിന്ന് ഒരാൾ സുവിശേഷം പറഞ്ഞ ജാതികൾ തന്നെ പറത്തിലുണ്ട്, ഈ സാധനം ഉണ്ടല്ലോ, നിങ്ങളുടെ സഭയിലെ ആളുകളല്ലേ, നിങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ലേ എന്ന് ജാതികൾ പറഞ്ഞു പോകും. അങ്ങനെ വരാതിരിപ്പാൻ, സുവിശേഷത്തിന് ഒരു തടസ്സം വരാതിരിപ്പാനാണ് അങ്ങനെ. പാപത്തിൻ്റെ ശുദ്ധീകരണം, അല്ലെങ്കിൽ എവിടെയൊക്കെ അവരുടെ ജീവിതത്തിൽ കുറവുണ്ടോ പാപമുണ്ടോ അതാണ് പരിശുദ്ധാത്മാവ് 1 കൊരിന്ത്യർ മുഴുവൻ പറഞ്ഞിട്ട് ഇനി 2 കൊരിന്ത്യർ വരുമ്പോൾ നിങ്ങൾ ഇനി എന്തിനു വേണ്ടി ആഗ്രഹിക്കേണ്ടത്, നിങ്ങളുടെ ലക്ഷ്യം എങ്ങോട്ടാ, അടുത്ത സ്റ്റെപ്പ്, അല്ലല്ല ആ പെർഫെക്ഷൻ, ആ നിറവ് പ്രാപിച്ച് ഈ ആത്മാവിൻ്റെ ശുശ്രൂഷ, ആത്മാവിൻ്റെ വചനം, പുതിയ നിയമ പ്രമാണം നമ്മളെ ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ മാത്രമല്ല, നമ്മളെ ബലപ്പെടുത്തി കർത്താവിന് വേണ്ടി ഒരു സുവിശേഷകരായിട്ട്, ഒരു സുവിശേഷകയായിട്ട് നിർത്തുവാനാണ്. കർത്താവിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ശുദ്ധിയുള്ള അതരത്തോടുകൂടി, ശുദ്ധിയുള്ള ഹൃദയത്തോടുകൂടി കർത്താവിൽ നിന്ന് പ്രാപിച്ച് അനേകരോട് പറയാനാ ദൈവമക്കളെ, അനേകരെ പഠിപ്പിക്കാനാ, നമ്മുടെ ജീവിതം ക്രിസ്തുവിന് പകരമായിട്ട് ഇരിക്കാനാണ്. ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങളും ഇമിറ്റേറ്റ് മീ, എന്നെ അനുകരിപ്പീൻ എന്ന് പറഞ്ഞ ആ ഒരു റോൾ മോഡലായിട്ട് നമ്മൾ നമ്മുടെ ദേശത്തും നമ്മൾ നിർത്തിയിരിക്കുന്നിടത്ത് കർത്താവ് ആയിത്തീരണം. ഇനി അതിൻ്റെ 8, 9, 8 and 9. കൊല്ലുന്ന ശുശ്രൂഷ, അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിക്കുന്നു. ഇവിടെ പറയുന്ന പഴയ നിയമ പ്രമാണത്തെ പറ്റി ശിക്ഷാവധിയുടെ ശുശ്രൂഷ, ഇവിടെ എന്തുവാ? നീതിയുടെ ശുശ്രൂഷ. ഈ അക്ഷരം കൊല്ലുന്നു, ശിക്ഷാവധി എന്നൊക്കെ പഴയ നിയമത്തെ പറ്റി പറയാൻ കാരണം എന്നാ? കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചില്ലേ? പഴയ നിയമത്തിൽ എന്തു മാത്രമേ ഉള്ളൂ? ഒരു സെറ്റ് ഓഫ് റൂൾസ്. പട്ടാളത്തിൽ പോകുമ്പോൾ അങ്ങനല്ലേ, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം. ഈ പട്ടാളത്തിൽ പോകുന്നവരെല്ലാം തുടക്കത്തിൽ അങ്ങ് വല്ലാതെ ചിലർ ഡിപ്രസ്ഡ് വരെയാവും. ഒത്തിരി പേര് ഇപ്പോൾ ഒത്തിരി കൗൺസിലേഴ്സ്, നമ്മുടെ കൂടെ ഉള്ള ഷൈൻ ബ്രദറും ഡൽഹിയിലോട്ട് പുള്ളി അയച്ച് പുള്ളിക്ക് ചില മാസങ്ങൾ സൈക്കോളജിയിലും ഒരു ട്രെയിനിങ് കൊടുത്തിട്ട് ഇപ്പം ഇങ്ങനെയുള്ള ഇവരുടെ മധ്യത്തിലുള്ള ആൾക്കാരെ കൗൺസിൽ ചെയ്യാൻ ഒരു കൗൺസിലറായിട്ടാണ് ഗോവയിലോട്ട് ഇപ്പം ഈ മാസം ട്രാൻസ്ഫർ കിട്ടിയതേ ഉള്ളൂ. കൗൺസിലേഴ്സിനെ കൂട്ടുക, പട്ടാളം, നേവി, ആർമി, നേവി, എയർഫോഴ്സ് ഒക്കെ എന്ത് ചെയ്യുക? കൗൺസിലേഴ്സിനെ കൂട്ടുക. കാര്യം എല്ലാവരും എന്തായി തീരുക? ഡിപ്രഷനിലേക്കായി പോവുക, അവർ ഔട്ടായി പോവുക. പക്ഷെ വെളിയിൽ പോകാൻ പറ്റില്ല. ഒരിക്കൽ സർക്കാർ ട്രെയിൻ ചെയ്താൽ, ഇറങ്ങി ചാടി പോയാലും ചെവിക്ക് പിടിച്ച് പൊക്കി അകത്തിടും. ട്രെയിൻ ചെയ്ത് അവരെ കൊണ്ട് സർവീസ് ചെയ്തിപ്പിക്കും. പഴയ നിയമം ഈ പട്ടാള ചിട്ട പോലെ അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല, അവിടെ തൊടല്ല, ഇവിടെ തൊടല്ല, അങ്ങനെ നോക്കല്ല, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിന് പകരം കണ്ണ്, കൈക്ക് പകരം കൈ, ടിറ്റ് ഫോർ ടാറ്റ്. എന്തോ ചെയ്ത് അതനുസരിച്ച് അങ്ങോട്ട് ഞങ്ങൾ ശത്രുക്കളെ കൊല്ലുന്നു. അങ്ങനെ ശത്രുക്കളുടെ മേൽ ജയം പ്രാപിക്കുന്ന എങ്ങനെ? കൊല്ലുന്നു. അമാലേക്കിനെ കൊന്ന് ഭൂമിയുടെ മോഹത്തിൽ നിന്ന് ആ രാജ്യത്തെ എന്ത് ചെയ്തു? അങ്ങനെ രാജ്യം ഇപ്പം ഇല്ല. കർത്താവ് പറഞ്ഞു ഭൂമിയുടെ മോഹത്തിൽ നിന്ന് ആ രാജ്യത്തെ നീക്കിക്കളയാൻ. എവിടെയൊക്കെ ശൗലിനോടും ദാവീദിനോടും യോശുവായോടും കാലേബിനോടും മോശയോടും ഒക്കെ പറഞ്ഞ യുദ്ധങ്ങളെല്ലാം അവരെന്തോ ചെയ്ത്? യുദ്ധം ചെയ്ത് കൊന്നാണ് അവർ ജയം പ്രാപിച്ചത്. ആ പ്രമാണം കൊല്ലുന്നു, ആ പ്രമാണം ന്യായം വിധിക്കുന്നു. അവിടെ കല്ലെറിഞ്ഞ് കൊല്ലും. പാപം ചെയ്ത ഒന്ന് ഇരുന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങളെയും എന്നെയും ഒക്കെ പണ്ടേ കല്ലെറിഞ്ഞ് കൊല്ലേണ്ട സമയം കഴിഞ്ഞു ഇല്ലേ? നമ്മുടെയൊക്കെ കയ്യിൽ വന്ന തെറ്റുകൾ നിമിത്തം, കുറവുകൾ നിമിത്തം, ബലഹീനതകൾ നിമിത്തം അവിടെ ക്ഷമയൊന്നുമില്ലല്ലോ. ഈ രഹസ്യമായിട്ട് ചെയ്യുന്നവൻ രക്ഷപ്പെടുമായിരിക്കും. പരസ്യമായിട്ടായിപ്പോയാൽ എന്ത് ചെയ്യും? ഒരാൾ പിടിക്കപ്പെട്ടാൽ എന്ത് ചെയ്യും? എല്ലാവരും കൂടി ആൾക്കാർ മുമ്പിൽ കൊണ്ടുവന്ന് ഇവൻ എറിയുന്നവരും പാപികൾ. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത് പാപമില്ലാത്തവൻ ആദ്യം ഇവളെ എറിയട്ടെ. എല്ലാം പാപികളാണ്. പക്ഷെ പിടിക്കപ്പെട്ടാൽ എന്ത് ചെയ്യും? ഇപ്പോഴും ശരീഅത്ത് നിയമമുള്ള മുസ്ലിം രാജ്യങ്ങളൊക്കെ ആ പ്രമാണം തന്നെ ആചരിക്കുന്നത്. പിടിക്കപ്പെട്ടാൽ കല്ലെറിഞ്ഞ് കൊല്ലും. അപ്പം അവിടെ അത്രയേ ഉള്ളൂ, ഒരു ക്ഷമയില്ല. ഈ പാപത്തിൽ നിന്ന് ജയം പ്രാപിക്കാൻ, ഈ ബലഹീനതയിൽ നിന്ന് ബലം പ്രാപിക്കാൻ കൃപയില്ല. കൃപയുള്ളതുകൊണ്ടാണ് വി കോൾ ദിസ് എ ഗ്രേസ് പീരിയഡ്. കൃപയുണ്ട്. അല്ലല്ല, ഇപ്പോൾ നമുക്ക് ആ ബലഹീനതയിൽ ജയിക്കുവാൻ പകരുന്ന ശക്തിയുടെ പേരെന്തുവാ? അപ്പോൾ നമ്മളെന്തുവാ പ്രാർത്ഥിക്കേണ്ടത്? ശക്തരായി നിൽക്കാൻ ജയാളി കർത്താവ് എൻ്റെ മേൽ എന്ത് ചെയ്യണം? ധാരാളം കൃപ പകരണമേ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതൊന്നും പഴയ നിയമത്തിലില്ല. അവിടെ അക്ഷരം കൊല്ലുന്നു,
അവിടെ ന്യായവിധിയുടെ ശുശ്രൂഷ എന്ന് എഴുതിയിരിക്കുമ്പോൾ ഇവിടെ എന്തുവാ? ഇവിടെ ജീവിപ്പിക്കുന്നതും നീതിയുടെ ശുശ്രൂഷ. 8ഉം 9ലും പറയുന്ന പോലെ എത്ര അധികം, 8ാമത്തെ വാക്യത്തിലും പറയാം, ഹൗ മച്ച് മോർ ഗ്ലോറിയസ് വിൽ ബി ദ മിനിസ്ട്രി ഓഫ് ദ സ്പിരിറ്റ്. അല്ലെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ എത്രയധികം. എന്തിനാണ് ഫോക്കസ് ചെയ്യേണ്ടത്? ഇവിടെ എത്രയധികം ഗ്ലോറിയസ് ഉള്ളപ്പോൾ പിന്നെ എന്തിനാ അത്രയും ഗ്ലോറി ഇല്ലാത്തതിൻ്റെ പുറകെ പോകുന്നത് എന്നാണ് കൊരിന്ത്യ സഭയോടും പരിശുദ്ധാത്മാവിൽ പറയുന്നത്. 10-11 വായിച്ചാൽ, ഒട്ടും തേജസ്സില്ലാത്തതായി നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളതായിരുന്നു. ഇവിടെ എല്ലാം എഴുതിയിരിക്കുന്നത് എന്താ? അതിമഹത്വായ, ഹൗ മച്ച് ബ്ലോ, എത്ര അധികം തേജസ്, അതിമഹത്തായ തേജസ്. വായിക്കുന്നു. ഇനി താഴോട്ട് വരുമ്പോഴും ഈ പഴയ നിയമ പ്രമാണം, ഈ അക്ഷരം, ഇത് ജസ്റ്റ് കല്ലിലാണ്. ആദ്യത്തെ സെറ്റിങ്ങോട്ട് കൊണ്ടുവന്നു. ഇവരെല്ലാം കാളക്കുട്ടി ആരാധിക്കുന്ന ദേഷ്യത്തിൽ എറിഞ്ഞങ്ങ്, അത്രയും കോപിക്കണ്ടായിരുന്നു, താൻ എറിഞ്ഞങ്ങ് പൊട്ടിച്ചു. പിന്നെ എന്ത് ചെയ്തു? തന്നെ ദൈവം ഇതെല്ലാം ഉണ്ടാക്കിച്ച് കൽപ്പലകയും കൊണ്ട് പിന്നെ മേളിലോട്ട് കയറി ചെല്ലാൻ. ഇത് പൊട്ടിപ്പോയാൽ എന്ത് ചെയ്തു? തീർന്നു. പഴയ നിയമത്തിൽ നമുക്കറിയാം, പല പ്രാവശ്യം ദൈവത്തിൻ്റെ പെട്ടകം പിടിച്ചുകൊണ്ട് പോയപ്പോഴെല്ലാം പെട്ടകത്തിൻ്റെ അകത്താണ് എന്തിരിക്കുന്നത്? ഷടാംശവടിയും ഇതുമെല്ലാം ഇരിക്കുന്നത്, കൽപ്പലകയൊക്കെ ഇരിക്കുന്നത്. ആ കൽപ്പലകയും ഇരിക്കുന്ന അതിൻ്റെ പെട്ടകം പിടിച്ചുകൊണ്ട് പോയി ജാതികളുടെ മധ്യത്തിലായിരുന്നു, ശത്രുക്കളുടെ മധ്യത്തിലായിരുന്നു. ഇടയ്ക്ക് ദാവീദിൻ്റെ സമയത്ത് പെട്ടകത്തെ തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഇപ്പം പെട്ടകം എന്ത് ചെയ്യുന്ന ആർക്കെങ്കിലും അറിയാം? എത്ര വർഷമായി എവിടെയോ പോയി, ഏതോ രാജ്യം പിടിച്ചുകൊണ്ട് പോയി, ഏതോ നെബൂഖദ്നേസർ പോലത്തെയോ നീറോ പോലത്തെയോ ഒക്കെ ചക്രവർത്തി നശിപ്പിച്ച് കാണും. അല്ലെ ചിലപ്പം ദൈവം രഹസ്യമായിട്ട് ഇതിനൊക്കെ ആ തിയോളജിയൻസ് ഓരോ വേർഷനും കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് വചനത്തിൽ വ്യക്തമല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ആ പെട്ടകം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്നും പിന്നീട് വരും എന്നൊക്കെ ചിന്തിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഒക്കെ ഉണ്ട്. വചനത്തിലുള്ളതല്ലേ നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അത് എന്തുവായാലും അത് നഷ്ടപ്പെട്ടു പോയി, നശിച്ചു പോയി. അപ്പോഴത്തേക്ക് ഇസ്രായേലിന് എന്തില്ല? പ്രമാണമില്ല. ഇസ്രായേലിന് പ്രമാണമില്ല, ഇസ്രായേലിന് കൽപ്പലകയില്ല, പെട്ടകമില്ല, അതുകൊണ്ട് അതിപരിശുദ്ധ സ്ഥലവുമില്ല, ആരാധന സ്ഥലവുമില്ല. പെട്ടകമില്ല, പിന്നെ എന്തില്ല? അവരുടെ പാറ്റേണിലുള്ള ആരാധനയില്ല. പക്ഷെ നമുക്കിപ്പോൾ ഈ ഹോൾ നശിപ്പിച്ചെന്നോ, നമ്മുടെ വീട് നശിപ്പിച്ചെന്നോ, നമ്മുടെ ബൈബിൾ ഇനി വടക്കിന്ത്യയിലൊക്കെ ഞങ്ങൾ ശരിക്കും മോഹാമോഹം കണ്ടിട്ടുള്ളതാണ്. ഞങ്ങളുടെ സ്പീക്കർ ചവിട്ടി തകർത്തിട്ടുണ്ട്. ഞങ്ങൾ വെച്ച ബോർഡെല്ലാം കൂടി പറിച്ച് ചവിട്ടി എടുത്തിട്ടുണ്ട്. ഒരു വട്ടം ഞങ്ങളെല്ലാം കൂടി കോഴഞ്ചേരി മീറ്റിംഗ് നടത്തുമ്പോഴാണ് എല്ലാം കൂടി കയറിങ്ങി വന്നു, ശാഖ മുഴുവനും കയറിങ്ങി വന്നു. എല്ലാം കൂടി കയറി വന്ന് എല്ലാം ജനറേറ്റർ പറിച്ച് ഓഫ് ചെയ്ത് തല്ലി നശിപ്പിച്ച് എല്ലാം കൂടി കയറിപ്പോയി. പണ്ട് ഇതുപോലൊരു മീറ്റിങ്ങിന് ഒത്തിരി വർഷം മുമ്പേ ജനറേറ്റർ ഓഫ് ചെയ്ത് എല്ലാത്തിനെയും അടിക്കുകയൊക്കെ ചെയ്ത് അകത്ത് കയറി. അന്നും ഞങ്ങളുണ്ടായിരുന്നു. അന്നും എൻ്റെ ഷർട്ടും ഒക്കെ കീറിയതാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഇതൊക്കെ എത്ര പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. നമ്മുടെ ബൈബിൾ കീറിയാലും നമ്മുടെ കയ്യിൽ നിന്ന് എന്തെടുത്ത് കളയാൻ പറഞ്ഞാലും നമ്മളെ എത്ര ഭീഷണിപ്പെടുത്തിയാലും ഈ വചനം എവിടാന്ന് എഴുതിയിരിക്കുന്നത്? ഇറ്റ്സ് ഓൺ ദ ഫ്ലഷി ടാബ്ലറ്റ്സ് ഓഫ് എ ഹാർട്ട്. നമ്മുടെ മാംസപലകളിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിനെ എടുത്ത് കളയാൻ ആർക്കെങ്കിലും പറ്റുമോ? ഏതെങ്കിലും കോടതിക്ക് പറ്റുമോ? ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ സെൻട്രൽ ഗവൺമെൻറ്റിനോ പറ്റുമോ? ഏതെങ്കിലും രാജ്യ നിയമത്തിന് പറ്റുമോ? ഒന്നും പറ്റത്തില്ല ദൈവമക്കളെ. നമ്മളിനി എത്ര ദൂരെ പോയാലും, എത്ര ഇരുട്ടറയിൽ നമ്മളെ കൊണ്ടിട്ടാലും, നമ്മളെ ജീവിപ്പിക്കുന്ന ഒരു വചനം നമ്മുടെ ഉള്ളിലുണ്ട്. അല്ല, നമുക്ക് പ്രത്യേകിച്ച് ഒരു ആലയത്തിലോ ഹാളിലോ പോയി ഇരിക്കണ്ട. നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തും, നമ്മൾ വാഹനം ഓടിക്കുമ്പോഴും, നമ്മൾ സഹോദരിമാരാണെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും, സഹോദരന്മാരാണെങ്കിൽ പുറത്ത് ജോലി ചെയ്യുമ്പോഴും, കമ്പനി ജോലി ചെയ്യുമ്പോഴും, കുഞ്ഞുങ്ങൾ പഠിക്കുമ്പോഴും, എല്ലാം കളിക്കുമ്പോഴും ഒക്കെ കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഹൃദയത്തിൽ വചനം ജാഗരിക്കുവാൻ, ധ്യാനിക്കുവാൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദൈവത്തിൻ്റെ ആലയം. ഒരു മൊബൈൽ ചർച്ച നമ്മളില്ലേ, ഒരു മൊബൈൽ പ്രെയർ ഹോളാണ്. സ്തോത്രം. എപ്പോഴും ആ പ്രാർത്ഥനയിൽ നമ്മൾ ജാഗരിക്കുമ്പോൾ ആ അരോമ, ആ സ്വീറ്റ് സ്മെല്ലിങ്, നമ്മുടെ ആരാധന ഉയരണം. പണ്ടൊക്കെ ദൈവമക്കൾ അങ്ങനെ ആയിരുന്നു. ഇടയ്ക്കൊക്കെ ഹൃദയത്തിൽ നിന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യുമായിരുന്നു. അങ്ങനെ തന്നെ ഇപ്പോഴും ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്നത്, വണ്ടിയുടെ സ്പീഡൊക്കെ കൂടുമ്പോൾ എവിടെയെങ്കിലൊക്കെ പിടിച്ച് സ്തോത്രമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ കാണും. പേടിച്ചിട്ട് അതല്ല ഇത്. ഹാലല്ല, പേടിച്ചിട്ടുള്ള സ്തോത്രമല്ല, എപ്പോഴും നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ഒരു സ്തോത്രവും ആരാധനയും. പ്രശ്നം വരുമ്പോൾ അല്ല ദൈവമക്കളെ, പേടിക്കുമ്പോൾ അല്ല, എവിടെയെങ്കിലും മണിയടി കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പേടിപ്പിക്കുന്ന അവസ്ഥ വരുമ്പോൾ അല്ല, സന്തോഷമുള്ളപ്പോഴും ഒരുപോലെ തന്നെ കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കണം. ആരാധന ഇറ്റ് ഷുഡ് ബി കോൺസ്റ്റന്റ്, ഇല്ലേ? എപ്പോഴും ഉയരേണ്ടതാണ്. ഞായറാഴ്ച മാത്രമല്ല, മീറ്റിംഗ് സമയത്ത്. അതാ പുതിയ നിയമത്തിൻ്റെ പ്രമാണം. ഒരു ശബത്തിൽ മാത്രം ഉയരേണ്ട ആരാധനയല്ല. ഇവിടെ പ്രമാണം വേറെയാണ്. 12ാമത്തെ വാക്യത്തിൽ വായിച്ചാൽ, ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. ഇതാ ഞങ്ങളുടെ പ്രത്യാശ.
ഇത് ഞങ്ങൾ വളരെ വി ആർ ബോൾഡ് ഇനഫ് ടു സ്പീക്ക് ഔട്ട് എന്ന് എഴുതിയിരിക്കുന്നത്. ഈ പ്രത്യാശയെപ്പറ്റി, ഈ പുതിയ നിയമ ശുശ്രൂഷ, ന്യൂ ടെസ്റ്റമെന്റ് മിനിസ്ട്രി, അപ്പോസ്തോലിക ശുശ്രൂഷ, പുതിയ നിയമ ശുശ്രൂഷ, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ശുശ്രൂഷ, ദൈവത്തിന് നമുക്ക് കാര്യസ്ഥനായിട്ട് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലുള്ള ശുശ്രൂഷ, ഇത് ഭയങ്കര വ്യത്യാസമാണ് ദൈവമക്കളെ. സഭകൾ, കുടുംബങ്ങൾ, വ്യക്തികൾ ആത്മീയമായിട്ട് ക്ഷീണിക്കുമ്പോൾ എവിടെ തപ്പും എന്നറിയാം? ഇവിടെ തപ്പും. പാലല്ല തലയാക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രാവശ്യത്തെ കലണ്ടർ ഉൾപ്പെടെ ഈ പ്രോമിസ് കാർഡ് എന്നൊക്കെ പറഞ്ഞ കലണ്ടർ കാർഡായിട്ട് കൊടുക്കുന്ന തൊട്ട് എല്ലായിടത്തും ഈ സൈസ് വാക്യങ്ങൾ മാത്രമേ, അതിൻ്റെ മുഴുവനും വായിക്കത്തില്ല. അല്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കും എന്നുള്ള യഹോവയായ ദൈവം അരുളി ചെയ്തിരിക്കുന്ന വായിക്കത്തില്ല. അവിടുന്ന് ബ്രാക്കറ്റ് ഇടും. നിന്നെ ദേശത്ത് മാനിക്കും, വാലല്ല തലയാക്കും, നിനക്ക് അങ്ങനെ തരും, നിന്നെ ഞാൻ ഉയർത്തും, നന്മ എന്നൊക്കെ എവിടെയെങ്കിലും ഒരു വെച്ച് കോൺകോഡൻസ് ഒക്കെ തപ്പിയിട്ട്, അല്ല ഇപ്പം തപ്പുണ്ടായാലോ, സെർച്ച് ഉണ്ടല്ലോ, ഗൂഗിൾ സെർച്ച് കൊണ്ട്, അല്ലാതെ തന്നെ ബൈബിൾ സോഫ്റ്റ്വെയർസിലും സെർച്ച് ചെയ്യാം. അപ്പോൾ അതൊക്കെ വെച്ച് തപ്പിയിട്ട് ഗുഡ്നെസ്സും നന്മയും ഒക്കെ തപ്പി എവിടെയെങ്കിലും പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ പണം കിട്ടാനുള്ള എന്തെങ്കിലും വകയുണ്ടോ, ദേശത്ത് എല്ലാവരും നമ്മളെ സലാം ചെയ്യുവാൻ, ദേശത്ത് മാനിക്കപ്പെടുവാൻ എന്തെങ്കിലും വകയുണ്ടോ ഒക്കെ തപ്പുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാം? പുതിയ നിയമം ആത്മാവിൽ ക്ഷീണിക്കുമ്പോഴാണ്. ആത്മാവിൽ ക്ഷീണിക്കുമ്പോൾ നമ്മൾ ഇവിടെ അങ്ങ് സെറ്റിൽഡ് ആകുവാൻ ചിന്തിക്കും. ആത്മാവിൽ ക്ഷീണിക്കുമ്പോൾ നമുക്ക് ഇവിടെ അങ്ങ് വലിയവരാകണം. ആത്മാവിൽ വളർച്ച പ്രാപിക്കുമ്പോൾ പൗലോസ് പറഞ്ഞല്ലോ, എൻ്റെ പുറത്തെ മനുഷ്യൻ ക്ഷയിച്ചു പോയാലും കുഴപ്പമില്ല, മൈ ഇൻസൈഡ് മാൻ ഷുഡ് ബി റിന്യൂ ഡേ ബൈ ഡേ. എൻ്റെ അകത്തെ മനുഷ്യനാണ് നാൾക്ക് നാൾ എന്ത് ചെയ്യേണ്ടത്? ആത്മാവിൽ ക്ഷീണിക്കുമ്പോൾ അകത്തെ മനുഷ്യൻ്റെ രൂപാന്തരം ഒന്നും പിന്നെ അതൊരു വിഷയമല്ല. എൻ്റെ പുറത്തെ മനുഷ്യൻ ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയി തീരുവാൻ, ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് അക്സെപ്റ്റഡും അക്നോളജ്ഡ് ആയി തീരുവാൻ, ഒന്ന് സ്വീകാര്യം, ആൾക്കാരെന്നെ അല്ല. പണ്ടൊക്കെ ഞങ്ങൾ ഒത്തിരി നിന്ന് അനുഭവിച്ച ഓരോരുത്തരൊക്കെ പ്രസംഗിക്കുന്ന, പണ്ടൊക്കെ ഞങ്ങൾ ഒത്തിരി നിന്ന് അനുഭവിച്ച കഷ്ടത ഇപ്പം കർത്താവ് ഞങ്ങൾ എന്ത് ചെയ്തു? എന്താ അവരുദ്ദേശിക്കുന്നത്? അങ്ങനെയാണോ? ആദ്യം ഒരു കയറ്റവും, രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഒരു കയറ്റവും വളരെ കഷ്ടപ്പെട്ട് പിന്നെ അങ്ങ് ഇറക്കമാണ്, പിന്നെ അങ്ങ് സുഖമാണെന്നാണോ വിചാരം? അങ്ങനെയൊക്കെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക പുതിയതായിട്ട് വരുന്ന വിശ്വാസികളില്ല. അവസാന ദിവസം വരെയും യേശു നിന്ന് അനുഭവിച്ച പോലെ അവസാന ദിവസം അവസാനത്തോട്ട് വരുമ്പോൾ ശരിക്കും കൃപയിലാണെങ്കിൽ എന്ത് ചെയ്യും? നിന്നയും കഷ്ടതയും കൂടും, കുറയുമല്ല. കാരണം അശുദ്ധീകരണത്തിൻ്റെ പെർഫെക്ഷൻ്റെ അവസാനത്തെ റൗണ്ടാണ്. ഫർണസിൽ ചൂട് കൂടും. അങ്ങനെയാണ് അതിൻ്റെ പ്രമാണം. ഇനി അല്ല എന്ന് നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടെങ്കിൽ എവിടോ നിങ്ങൾ ആ ഒരു കർത്താവിനെ പിൻപറ്റുന്ന വഴി മാറിപ്പോയെന്നുള്ളതിന് ഒരു സംശയവുമില്ല. അത് പുതിയ നിയമത്തിലെ വചനങ്ങളും ആത്മാവുമാണ് നമ്മളെ ഓർപ്പിക്കുന്നത്. നമ്മൾ പോലും ഈ ഞായറാഴ്ച മാത്രം കൂട്ടായ്മ, ഞായറാഴ്ച മാത്രം പ്രാർത്ഥിക്കുകയും വചനവുമാണെങ്കിൽ ഈ ബാക്കിയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യും? പതുക്കെ കേൾക്കുന്ന വചനത്തിൽ നമ്മൾ വി ഗെറ്റ് ഡ്രിഫ്റ്റഡ് അവേ. നമ്മൾ അറിയാതെ മാറിപ്പോ, മനുഷ്യനല്ലേ. അതുകൊണ്ടാണ് കർത്താവിൻ്റെ നാൾ സമീപിക്കുന്നിടത്തോളം കൂട്ടായ്മകളിൽ ഇൻക്രീസ് ഇൻ ഫെലോഷിപ്പ് എന്ന് എഴുതിയിരിക്കുന്നത്. ഈ ഫെലോഷിപ്പ് കൂടെ കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അന്യോന്യം ഒന്ന് എൻകറേജ് ചെയ്യും. കൂടെ കൂടുമ്പോൾ പ്രത്യാശയുടെ പാട്ടുകളൊക്കെ ഒന്ന് പാടും, ഓർക്കും. ഹല്ലേലൂയ, ഇതാണല്ലോ പ്രമാണം. പുതിയ നിയമ പ്രമാണവും ഹല്ലേലൂയ പഴയ നിയമ പ്രവചന ഭാഗങ്ങളും പ്രമാണങ്ങളും ഒക്കെ പഠിക്കണം. പക്ഷെങ്കിൽ അത് നിഴല. ഇറ്റ് ഈസ് ജസ്റ്റ് എ ഷാഡോ. വി ഹാവ് ദ റിയൽ തിങ് ഹിയർ. ഇവിടാണോ ഹല്ലേലൂയ ഒറിജിനൽ ഇരിക്കുന്നത്? പിന്നെ ഇവിടെ ആവശ്യത്തിന് വെളിച്ചം ഇതിനകത്തുണ്ട്. ജസ്റ്റ് ഒരു കർട്ടൻ്റെ ഒരു സൈഡ് മാത്രം ഒന്ന് ഉയർന്നപ്പോൾ കണ്ടില്ല, ഇത്രയും വെട്ടമാകത്ത് കയറി. ഈ കർട്ടനുകളെല്ലാം കൂടി ഉയർന്ന പിന്നെ ഈ ലൈറ്റിൻ്റെ ആവശ്യമില്ല. ആവശ്യത്തിന് വെളിച്ചമുണ്ട്. പിന്നെ ആരെങ്കിലും ലൈറ്റ് ഇടുമോ? അകത്ത് ചില വീടുകളുടെ സിസ്റ്റം പണിതിരിക്കുന്നത് ജനൽ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ വെയിൽ മുഴുവനും അകത്ത് കയറും. ഇത്രയും വെയിലും വെളിച്ചവും അകത്ത് കയറുന്നിടത്ത് പിന്നെ ലൈറ്റ് ഇടേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ഒരു ട്യൂബ് ലൈറ്റ് അങ്ങോട്ട് കത്തിച്ചാലും കത്തിച്ചില്ലേലും ആരും അറിയത്തില്ല. അതാണ് ഇവിടെ ഈ അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഈ ക്ഷീണിക്കുമ്പോൾ ന്യായപ്രമാണത്തിലേക്ക് പോകാതെ ന്യായപ്രമാണം പഠിക്കണം, അറിഞ്ഞിരിക്കണം. അതിനേക്കാൾ പഴയ നിയമഭക്തരേക്കാൾ നിങ്ങളുടെ മേലുള്ള വിളി ശ്രേഷ്ഠമാണ്. മത്തായി 11:11 നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചില്ലേ? പഴയ നിയമത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ യോഹന്നാൻ സ്നാപകനാണെങ്കിൽ എന്നിൽ കൂടെ, യേശു കർത്താവ് പറയുക, എന്നിൽ കൂടെ വീണ്ടും ജന്മം പ്രാപിക്കുന്ന ഓരോ വ്യക്തിയും അവനേക്കാൾ ശ്രേഷ്ഠൻ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന പുതിയ ചെറിയ ഹല്ലേലൂയ ചെറുപ്പക്കാർ സഹോദരങ്ങൾ പോലും ഇന്ന് രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ആ വ്യക്തി പോലും എബ്രഹാമിനേക്കാൾ, ഇസാക്കിനേക്കാളും, യാക്കോബിനേക്കാൾ, ദാവീദിനേക്കാൾ, മോശയേക്കാൾ, കർത്താവ് പറഞ്ഞ യോഹന്നാൻ സ്നാപകനേക്കാൾ ശ്രേഷ്ഠൻ. അപ്പം നമ്മൾ തന്നെ മനസ്സിലാക്കണം, എൻ്റെ കോളിംഗ് എത്ര? യോഹന്നാൻ സ്നാപകനേക്കാൾ ശ്രേഷ്ഠൻ. അതനുസരിച്ച് മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യം മാത്രം നമ്മൾ മാറാതെ രൂപാന്തരം കർത്താവ് വിളിച്ച വിളി അനുസരിച്ച് വിശ്വസ്തരായി തീരാതെ കാഹളം ഓതുമ്പോൾ എടുക്കപ്പെടത്തില്ല. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഹല്ലേലൂയ ലക്ഷക്കണക്കിന് അല്ലെ 10,000 കണക്കിന് വിശ്വാസികൾ എറണാകുളത്ത് തന്നെ കാണും, കേരളത്തിൽ കാണും.
സ്നാനപ്പെട്ടവർ കാണും. സ്നാനപ്പെട്ടവരുടെയും ആരാധനയ്ക്ക് വരുന്നവരെ കണക്കെടുത്താൽ കാഹളം ഊതുമ്പോഴേ വിവരം അറിയത്തുള്ളൂ എത്ര പേരെടുക്കപ്പെടും. അപ്പം പിന്നെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? റിവൈൻഡ് അടിക്കാൻ പറ്റുമോ? കർത്താവെ ഒരു ചാൻസ്. ഒത്തിരി പേര് കരയും, ഒത്തിരി പേര് നിലവിളിക്കും. വെളിപ്പാട് ദിവസം പഠിച്ചപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചാൽ ലെറ്റ് us not be left behind. ഇവിടെ കിടക്കാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്ന. ഇപ്പം പല തെറ്റായ ഉപദേശങ്ങളുണ്ടല്ലോ, സഭ മഹാപീഡനത്തിനകത്തൂടെ കടന്നു പോകും എന്നൊക്കെ പഠിപ്പിക്കുന്ന പോസ്റ്റ് ട്രിബുലേഷൻ തിയോളജി അല്ലെ തെറ്റായ ഉപദേശങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ എന്നോട് അങ്ങനെ തർക്കിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചിലപ്പോൾ നിങ്ങളിവിടെ കാണും. പുള്ളിക്ക് ദേഷ്യം വന്ന് എന്നെ 2 ദിവസത്തേക്ക് ബ്ലോക്ക് ചെയ്തു. ഇച്ചിരി 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ ബ്ലോക്ക് മാറി. കഴിഞ്ഞ ദിവസവും പുള്ളിയെ കണ്ടു, കൈയൊക്കെ കൊടുത്തു സ്നേഹത്തോടുകൂടി. എൻ്റെ റോട്ടിൽ തന്നെ താമസിക്കും പുള്ളി. അതിൽ തിയോളജി ഡിഗ്രിയും എടുത്തു, മാസ്റ്റേഴ്സും എടുത്തു, PhDക്ക് പോയത്, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ഇതെല്ലാം കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് പല പുസ്തകങ്ങൾ വായിച്ചു. പുള്ളിക്ക് വചനത്തിൽ നിന്നൊന്നും പറയാനില്ല. ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിക്കുന്നത്. ഇത് ഒന്നല്ല, ഞാൻ പറയുന്നില്ല, ഇവിടുത്തെ ഭൂരിഭാഗം സഭകളും വിശ്വസിക്കുന്നത് കർത്താവ് മധ്യാകാശത്തിൽ വരത്തില്ല, സഭ മഹാപീഡനത്തിൻ്റെ അകത്തോട് കടന്നു പോകും. അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം കർത്താവ് വരുന്ന ഈ ഭൂമിയിലേക്ക് വാഴുവാൻ വരുന്ന വരവിനെ പറ്റി ഞാൻ പറഞ്ഞ തെറ്റായ ഉപദേശം സത്യത്തിൽ നിന്ന് മാറിപ്പോകും. പ്രത്യാശ ഇല്ലാതായി പോകുന്നു. ഇവിടെ 12ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചില്ലേ, ഇതാണ് ഞങ്ങളുടെ പ്രത്യാശ, ഞങ്ങളത് പ്രാഗൽഭ്യത്തോട് പറയും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ കാലം സഭ എതിർ ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് കർത്താവിൻ്റെ മണവാട്ടി സഭയെ കർത്താവ് ചേർക്കും. മധ്യാകാശത്തിൽ നിന്ന് ഒരു 15% ദൈവദാസന്മാർ പോലും വിശ്വസിക്കുന്ന വിശ്വാസികൾ പോലും ആ പഠിപ്പീര് കേൾക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ എറണാകുളം പട്ടണത്തിൽ പോലും നിൽക്കുന്നത്. ഞാനിത് പറയാൻ കാരണം ഇവിടുത്തെ മിക്കവാറും പാസ്റ്റർമാരോട് ഈ കാര്യം ഞാൻ സംസാരിച്ചതാ, സ്നേഹിതരാ. ഹല്ലേലൂയ. ഈ കാര്യം പറയുമ്പോൾ പിണങ്ങും. അതുകൊണ്ട് ഒത്തിരി പറയും, ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കും. അതാണല്ലോ നമ്മുടെ ജോലി. സ്വതന്ത്രം വചനത്തിൽ ഓർപ്പം തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ ആ വാക്യമൊക്കെ ബൈബിളിൽ നിങ്ങൾ കീറിയും കളഞ്ഞോളാൻ ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞു. കാരണം ഹല്ലേലൂയ, വേറൊന്നുമല്ല, വളരെ വ്യക്തമായിട്ടല്ലേ എഴുതിയേക്കുന്ന, കാഹളം ഊതുമ്പോൾ കർത്താവ് 4 ദിക്കിൽ നിന്നും തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുന്നും മധ്യാകാശത്തിലേക്ക് മധ്യാകാശത്തിലേക്ക് ചേർക്കും എന്നൊക്കെ എത്ര വ്യക്തമായിട്ട് എഴുതിയിരിക്കുമ്പോൾ അതൊരു ജിയോളജിക്കൽ ആസ്പെക്റ്റാണെന്ന് എന്നോട് ഒരാൾ പറഞ്ഞു. അപ്പോൾ അതൊക്കെ വിശ്വസിക്കുവാൻ കഴിയാതിരിക്കുന്ന ദൈവദാസന്മാരാണ് പിന്നെ വിശ്വാസികളുടെ കാര്യം പറയാൻ. നമുക്ക് വചനം സത്യമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, നമ്മുടെ ടീച്ചർ ആരാ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ലോകത്തിലോട്ടല്ല അടുപ്പിക്കുന്നത്. സ്തോത്രം. ലോകത്തിൽ നമ്മൾ താമസിക്കുമ്പോൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. ആവശ്യത്തിലും അധികം അല്ലെ അപ്പോസ്തലന്മാർക്ക് കർത്താവ് കൊടുത്തതിനേക്കാൾ അധികം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കർത്താവ് തന്നിട്ടുണ്ട്. നമ്മുടെ മനസ്സൊന്നും അതിൽ വെക്കണ്ട, താൽക്കാലികമാ. ഇതെല്ലാം എറിഞ്ഞിട്ട് വിട്ടുകളഞ്ഞ് ഹല്ലേലൂയ. നമ്മളിപ്പം പാടിയില്ലേ, അന്ന് ഞാൻ അവനെ കാണും, താനായിരിക്കുന്നത് പോലെ കാണും, അന്ന് ഞാനും എൻ്റെ കർത്താവിനെ പോലൊരു സ്വർഗീയ ശരീരം പ്രാപിച്ചുകൊണ്ട് താൻ പറഞ്ഞ ഇതാണ് എൻ്റെ പ്രത്യാശ. ഈ പ്രത്യാശ ഞങ്ങളത് പ്രസംഗിക്കും. റോമാലേഖനം 8-ാം അധ്യായം 24-25 ഒന്ന് വായിച്ചാട്ടെ. റോമൻസ് 8:24-25. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഇന്ന് ആൾക്കാരെല്ലാം ജീവിക്കുന്നത്, പ്രത്യാശിക്കുന്നത് ഈ ലോകത്തിൽ കാണുന്നതാ. അവരുടെ പ്രാർത്ഥനാ വിഷയം ഉപവസിക്കുന്നത്, കർത്താവ് അത് തരണമേ, ഇത് തരണമേ, ഈ കാര്യത്തിൽ വിടുതൽ. അറിയാതെ മനുഷ്യരാകുമ്പോൾ നമ്മൾ കർത്താവിനോടൊക്കെ പറഞ്ഞു പോകും. സത്യമാണ്. എത്ര പ്രാവശ്യം പറയാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്? നിങ്ങളുടെ ആവശ്യങ്ങൾ ഒരു പ്രാവശ്യം സ്തോത്രത്തോടി പറയാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട്. ഈ തരണേ കർത്താവേ, തരണേ പ്ലീസ്, തരണേ അമ്മ അപ്പ എന്ന് പറയുന്ന പോലെ ഈ ബെഗർ സ്റ്റൈൽ ഇതല്ല. നമ്മളൊന്ന് കർത്താവായിട്ട് ഇങ്ങനെ തോന്നി പ്ലീസ് പിറ്റേ ദിവസം മുട്ടുമാണ് കർത്താവ് തന്നില്ലല്ലോ, അവർക്ക് കൊടുത്തല്ലോ, എനിക്ക് ഇതല്ല. ഇതിനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളും കർത്താവുമായിട്ടുള്ള ബന്ധം ഇതല്ല. നമ്മൾ കർത്താവുമായിട്ട് ഒരു കൗലിടയനാണോ? ഇഫ് യു നോട്ട് ബോൺ ഓഫ് ദ ഫാദർ യു കോൾഡ്, ഞാൻ ആ പദം ഇവിടെ പറയുന്നില്ല ഇംഗ്ലീഷ്, അപ്പനെ ജനിക്കാത്തവൻ ഇല്ല, എജിറ്റിമേറ്റ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ നല്ല ഭാഷയിൽ എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ മോശമായ ഭാഷയിൽ നല്ല ഭാഷ, പക്ഷേ അതിനൊരു കോമൺ വേർഡ് ഉണ്ടല്ലോ, മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. അത് പറയുന്നില്ല. നിങ്ങൾ ശരിക്കും അപ്പന് ജനിച്ചതാണെങ്കിൽ, വീണ്ടും ജനനം പ്രാപിച്ചതാണെങ്കിൽ, യു വിൽ തിങ്ക് അബൌട്ട് യുവർ ഹോം. നിത്യഭവനത്തെ പറ്റി ചിന്തിക്കും. എനിക്ക് അവിടെ ചെന്നിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സ്തോത്രം. ഇവിടെ താൽക്കാലിക ജീവിതമാണ്. ഇവിടെ എന്നെ ഏൽപ്പിച്ച ഒത്തിരി ജോലിയുണ്ട്, ഉത്തരവാദിത്തോടെ. അത് ചെയ്തിട്ട് എനിക്ക് മനസ്സ് മുഴുവനും കർത്താവ് 2000-ൽ പരം വർഷമായിട്ട് ലോർഡ് ഈസ് ബിൽഡിങ് എ ഫൈൻ ഹോം ഫോർ മീ. ഇവിടുത്തെ ബ്രുണായി സൗദി ബ്രുണായി രാജാവിൻ്റെ മോൻ്റെ കല്യാണമൊക്കെ അല്ലേ കഴിഞ്ഞ ദിവസം. അതുപോലത്തെ അതൊക്കെ ഏറ്റവും വലിയ ലോകത്തിലെ കൊട്ടാരം. അതുപോലൊന്നും അല്ല. സംതിങ് വിച്ച് നോ ഐസ് ഹാവ് സീൻ.
അല്ല, ഒരു മനുഷ്യൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത അതിഭയങ്കരമായ അതിമഹത്വമായ ഒരു പണി കർത്താവ് സ്വർഗത്തിലെ എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കണം നമ്മുടെ ആശം. അപ്പം പുതിയ നിയമ ശുശ്രൂഷ, പുതിയ നിയമ പ്രമാണം, ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്ന കർത്താവിനെ മണവാട്ട്, അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. 12-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, വി യൂസ് ദ ബോൾഡ്നെസ് ഓഫ് സ്പീച്ച് എന്ന് എഴുതിയേക്കുന്നത്. ഞങ്ങൾ വി ആർ ബോൾഡ്. ഇന്ന് ദൈവമക്കൾക്ക് ഇല്ലാത്ത ഒരു കാര്യമാണ്. എന്തുവാ അത്? ഞങ്ങൾക്ക് അറിയാം, അങ്ങനെയാണെന്ന് അറിയാം, എല്ലാവർക്കും അറിയാം. ആ ഉത്സവത്തിന് പോകാൻ പാടില്ല, ഇങ്ങനെ പോകാൻ പാടില്ല, ഇനി ക്രിസ്തീയ ഉത്സവം എന്ന് പറഞ്ഞ് പല കാര്യങ്ങളുണ്ട്. അത് സൂര്യദേവൻ്റെ പേരിലുള്ളത്, അത് ഇതിൻ്റെ കാരണമാണ്, അത് ഇന്നാകാം, എല്ലാം അറിയാം. പക്ഷേങ്കിൽ ആൾക്കാർ ഇങ്ങോട്ട് വിഷയം നമ്മളങ്ങോട്ട് വിഷയാതിരിക്കുന്ന എങ്ങനെ കളിയാക്കത്തില്ലേ ആൾക്കാർ? അപ്പം വിളിച്ചില്ലേ ഇപ്പോൾ ആ പ്രോഗ്രാമിന് പോയില്ലേലും എങ്ങനെ? ആണ്ടിനും ആമോദിസയ്ക്കും കാണുന്ന ആചാരങ്ങൾക്കൊക്കെ പോകുന്ന ദൈവദാസന്മാരും ദൈവമക്കളും വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ 100 എക്സ്ക്യൂസ് ഉണ്ട്. പിന്നെ നമ്മൾ സുവിശേഷം പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ അവരുടെ ആണ്ടിന് പോയിട്ട് സുവിശേഷം പറഞ്ഞപ്പോൾ അവരെല്ലാം കേട്ടല്ലോ ഇല്ലേ? അവരെല്ലാം വിശ്വാസി വന്നല്ലോ? അതേക്കാം ഇല്ല. നിങ്ങൾ എത്ര കോംപ്രമൈസ് ചെയ്താലും അവരും രൂപാന്തരം പ്രാപിക്കത്തില്ല. അവർ രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ പിതാവ് ഇടപെടണം. കർത്താവ് ഇടപെടാതെ, കർത്താവ് ആദ്യം അവരെ വിളിക്കണം. അപ്പം ദൈവത്തിൻ്റെ സമയത്ത് ദൈവം ഓരോരുത്തരെ കൊണ്ടുവരും. വി ഷുഡ് ബി ബോൾഡ് ഇനഫ്. എൻ്റെ പ്രമാണം ഇത് അനുവദിക്കുന്നില്ല സഹോദര. ചിരിച്ചുകൊണ്ട് പറയണം, പിണങ്ങൊന്നും വേണ്ട. വേറെ ദിവസം പോയി അവരെ വിസിറ്റ് ചെയ്യണം, സ്നേഹബന്ധം നിലനിർത്തണം, അവരുടെ സുവിശേഷം പറയാനുള്ളതാ. പക്ഷേ പ്രമാണത്തിൻ്റെ വിഷയത്തിൽ ഹല്ലേലൂയ നമ്മളെ അനുവദിക്കുന്ന ബോർഡർ വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് വി ഹാവ് ടു ഡ്രോ എ ലൈൻ ദെയർ. എൻ്റെ കർത്താവ് എന്നെ അനുവദിക്കുന്നില്ല, ഞങ്ങളുടെ വിളി ഇതാണ്, എൻ്റെ വിളി ഇതാണ് എന്ന് സ്നേഹത്തോടുകൂടി പറയുവാൻ യു ഷുഡ് ഹാവ് ദ അനോയിൻമെൻറ്റ്. പൗലോസോട് ബോൾഡ്നെസ് എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ഞാൻ അതിന് ഒന്നുകൂടെ ആഴത്തിൽ പറയുന്നു. ആ വെറും ഈ നമ്മുടെ ഈ എന്താടാ പോടാ പറയാനുള്ള ആ ധൈര്യമല്ല, അതുകൊണ്ടൊന്നും പറ്റത്തില്ല. ഇതിനൊരു അഭിഷേകം വേണം. വചനം പരിജ്ഞാനത്തിൽ എൻ്റെ പ്രമാണം ഇത് അനുവദിക്കുന്നില്ല, ഇതാണ് സഹോദര വചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, ഞാനും നിങ്ങളും ഇത് അനുസരിക്കാൻ ബാധ്യസ്ഥരാ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാൻ യു ഷുഡ് ഹാവ് ദ അനോയിൻമെൻറ്റ് ഫോർ ദാറ്റ്. അതിനുള്ള അധികാരവും ബോൾഡ്നെസ്സും ഹല്ലേലൂയ കർത്താവ് ഈ ദിവസങ്ങൾ തരട്ടെ. ഇനി ആ 13-ാമത്തെ വാക്യം, നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെയല്ല. ഈ നീങ്ങിപ്പോകുന്നതിൻ്റെ അന്തം ഇവിടാണ് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ഈ ഭാഗം ചിന്തിക്കാറുണ്ട്. പഴയ നിയമത്തിൽ മനസ്സിലാകാത്ത ഒരു ശ്രേഷ്ഠമേറിയ പ്രമാണ വെളിപ്പാടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം നീങ്ങിപ്പോകുന്നതിൻ്റെ അന്തം പഴയ നിയമത്തിൽ 14-15 പറയുന്നുണ്ട്. അവർക്കൊരു മൂടുപടം ഉണ്ടായിരുന്നു, അവർക്ക് ആ വെളിപ്പാട് കറക്റ്റായിട്ട് കിട്ടിയില്ല. പുതിയ നിയമ ദൈവദാസന്മാർക്ക് എന്ത് ചെയ്തു? ദൈവമക്കൾക്കും വെളിപ്പാട് ഈസ് ക്ലിയർ ഫോർ us. അവർക്ക് പഴയ നിയമത്തിൽ പല കാര്യങ്ങളും അവർക്ക് കൺഫ്യൂഷനായിരുന്നു, പല കാര്യങ്ങളും ഇറ്റ് വാസ് നോട്ട് ക്ലിയർ ടു ദം, ഒരു വ്യക്തത ഇല്ലായിരുന്നു. അപ്പോൾ ആ തേജസ്സിനെ പറ്റി പറയുന്നത് അവിടെ ഒരു മൂടുപടം ഇടാൻ തന്നെ കാരണം ഈ തേജസ് പെട്ടെന്ന് ഇങ്ങനെ ഡിമ്മായി പോകുന്നത് ആൾക്കാർ കണ്ടിട്ട് അത് കർത്താവിനോ അവിശ്വാസത്തിനോ അവർക്കൊരു കുറവ് വരാതിരിക്കാൻ വേണ്ടിയാണ് മൂടുപടം ഇടാൻ പറഞ്ഞത്. പഴയ നിയമത്തിലെ പെട്ടെന്ന് വരുമൊരു ശക്തി പെട്ടെന്ന് ഡിമ്മായിപ്പോവും. പുതിയ നിയമത്തിലെയോ ഇതിൻ്റെ അവസാനത്തെ വാക്യത്തിലേക്ക് തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുവാൻ. ഇത് ശക്തിയുടെ മേൽ ശക്തിയാണ്, ധൈര്യത്തിൻ്റെ മേൽ ധൈര്യമാണ്, ജ്ഞാനത്തിൻ്റെ മേൽ ജ്ഞാനമാണ്, കൃപയുടെ മേൽ കൃപയാണ്. ഇവിടെ ഒരു ഗ്രോത്താണുള്ളത്. ഇവിടെ മടുപ്പില്ല. ഞാൻ പറഞ്ഞില്ലേ, പഴയ നിയമത്തിൽ ഇഫ് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് റൂൾസ്, വെറും ഒരു നിയമങ്ങൾ, അത് ചെയ്യൽ ഇത് ചെയ്യലെന്ന് പറയുമ്പോൾ അത് അനുസരിക്കുമ്പോഴും ഒരു ദേഷ്യമാണ് വരുന്നത്. നമ്മൾ പിള്ളേരോടൊക്കെ ഒത്തിരി അത് ചെയ്യൽ ഇത് ചെയ്യും പ്രമാണം പറയും റൂൾസൊക്കെ ഞാനിപ്പോൾ അവിടെ എഴുതിയിടുവാണെങ്കിൽ പിള്ളേരെല്ലാം കൂടി പിരി ഇളകി അവർ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്തു പോവും. കാര്യം ഹല്ലേലൂയ, അതിനൊരു സന്തോഷമില്ല. പുതിയ നിയമത്തിലെ പ്രമാണം എന്തുവാ? ഇതനുസരിക്കുമ്പോൾ നമ്മൾ കർത്താവിനോട് അടുക്കുക, ഇതനുസരിക്കുമ്പോൾ നമ്മൾ കർത്താവിനെ പോലെ ആയിത്തീരുക, ഇതനുസരിക്കുമ്പോൾ കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തരുക, ഇതനുസരിക്കുമ്പോൾ കർത്താവുമായിട്ടുള്ള ബന്ധം മുറുകുക. യു ബീങ് ഹല്ലേലൂയ ഡ്രോ നിയർ ടു ദ ലോർഡ് ആൻഡ് ഹി വിൽ ഡ്രോ നിയർ ടു യു. അപ്പോൾ കർത്താവിനോട് അടുക്കുക. ആ ഒരു വലിയ പഴയ നിയമത്തിൽ മാറിപ്പോയ മോശയുടെ മേലുള്ള തേജസ് പോലെ അല്ലെന്ന് നമ്മുടെ മേലുള്ള തേജസ്. മോശയുടെ മേലുള്ള തേജസ് ശരിക്കും ആൾക്കാർക്ക് കാണാമായിരുന്നു. നമ്മളെ വല്ലതും കണ്ടാൽ ജാതികളുടെ മധ്യത്തിൽ ഒരു വ്യത്യാസം വല്ലതും ഉണ്ടോ? ഈ വെള്ളമുടുപ്പ് മാത്രം ഇട്ടുകൊണ്ട് കാര്യമില്ല. നിങ്ങളെല്ലാവരും നാളെ ഇനി തീരുമാനം എടുക്കുക, വെള്ളമുടുപ്പ് ഇട്ടു, എന്നാലൊന്നും വ്യത്യാസമൊന്നും വരത്തില്ല. വ്യത്യാസം പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ മുഖത്തും നിങ്ങളുടെ സ്വഭാവത്തിലും ഈ പറയുന്ന പോലെ ദൈവത്തിൻ്റെ തേജസ് വരണം. ഇത് ഞായറാഴ്ച തേജസ് അല്ല മോശയുടെ കൂട്ട്.
സീനായുടെ പർവ്വതത്തിൽ കയറുമ്പോൾ മാത്രമുള്ള തേജസ്സല്ല, ഇതൊരു നിലനിൽക്കുന്ന തേജസ്സായിരിക്കണം. പുതിയ നിയമത്തിൽ നമ്മൾ എപ്പോഴും ഓർക്കണം, നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. കർത്താവ്, ഇവിടെ ഞായറാഴ്ച ഞങ്ങൾ ഒന്നിച്ച് ആരാധനയിൽ പ്രാപിക്കുന്ന കൃപ ഈ ആഴ്ച മുഴുവനും നിലനിൽക്കണം. ഐ ഹാവ് ടു മെയിൻറ്റെയിൻ ദാറ്റ് റിലേഷൻഷിപ്പ്. അല്ലെങ്കിൽ പിശാച് ഓരോ കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടുവന്നോ, കർത്താവിൻ്റെ തേജസ് എൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്ന ഒരു കാര്യത്തിലും ഞാൻ ഇടപെടത്തില്ല എന്ന് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് എന്ത് ചെയ്യണം? തീരുമാനമെടുക്കണം. 14-15. എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ വ്യക്തമായോ? ക്രിസ്തുവിൽ നീങ്ങിപ്പോകും. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെ ഈ മൂടുപടം കൂടിക്കൂടി വരുക. ക്രിസ്തുവിൽ മാത്രമേ ദിസ് വെയിൽ വിൽ ബി ടേക്കൺ അവേ. എത്ര വ്യക്തമായിട്ട് എഴുതിയേക്കുന്നത്. ദ വെയിൽ റിമെയിൻസ് അൺലിഫ്റ്റഡ്, അല്ലെങ്കിൽ അത് മാറിപ്പോകുന്നില്ല ഇൻ ദ റീഡിങ് ഓഫ് ദി ഓൾഡ് ടെസ്റ്റ്മെന്റ്. ഈ പഴയ നിയമവും വായിച്ചു, അങ്ങനെ തന്നെയാണ്, വെറും ന്യായപ്രമാണം എന്ന് ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്ന ഇൻ ദ റീഡിങ് ഓഫ് ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്ന് തന്നെയാണ്. ഈ പഴയ നിയമവും വായിച്ചുകൊണ്ട് നിന്നെ വാലല്ല തലയാക്കും, ദേശത്ത് മാനിക്കും, നിനക്ക് നന്മ തരും. എബ്രഹാമിൻ്റെ ആടുമാടുകളും ആരെങ്കിലുമൊക്കെ അവിടെ എന്തെങ്കിലും ശലോമോൻ്റെ നന്മ പണവും ഒക്കെ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ നമ്മളെ എൻകറേജ് ചെയ്യുന്നതാ. പക്ഷേ ഇപ്പം പെർഫെക്ഷനിലേക്ക് വളരുന്ന ഒരു സ്റ്റേജിൽ നമുക്ക് ആവശ്യം എന്തുവാ? ദൈവത്തിൻ്റെ പുതിയ നിയമ പ്രമാണമാണ്. അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ ഒരു പ്രമാണം തന്നത്. റോമാലയനത്തിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, പഴയ നിയമം ഇഫ് ഇറ്റ് വാസ് സഫിഷ്യൻറ്റ്, പുതിയ നിയമത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് കൊരിന്ത്യ സഭയോടാണ് പറയുന്നത്, നിങ്ങൾ ക്ഷീണിക്കുമ്പോൾ നിങ്ങൾ ഈ പഴയ നിയമം വായിച്ചുകൊണ്ടായിരിക്കുന്നത് ഇവിടെ ഈ ലോകത്തിൽ എസ്റ്റാബ്ലിഷ്ഡായി തീരുവാൻ. പഴയ നിയമത്തിൽ എന്തുവാ? കർത്താവ് അവർക്ക് ഇവിടെ ദേശം അളന്നു കൊടുത്തു, മണ്ണ് അളന്നു കൊടുത്തത്, അവർക്കിവിടെ ലാൻഡ് അളന്നു കൊടുത്തു, അളവ് മനോഹരമായ ദേശം അളന്നു കൊടുത്തു. പുതിയ നിയമത്തിലോ ഇവിടെ സ്ഥലം ഉണ്ടേലോ എന്നാ ഇല്ലേ എന്നാ, ഇതൊന്നും നമുക്കൊരു വിഷയമാകല്ല. പ്രൈസ് ലോർഡ്. അല്ല, നമുക്ക് അവിടെ നിത്യഭവനത്തിൽ ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ ഇനി ഹെക്ടർ കണക്കിന് സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ടും വല്ല കാര്യമുണ്ടോ? ഒരു 100 ഹെക്ടർ കണക്കിനും ഒരു 100 കോടി കയ്യിലുണ്ടെന്നും പറഞ്ഞിട്ട് യേശു കർത്താവ് പറഞ്ഞോല്, മൂടാ, ഈ ലോകം മുഴുവനും സമ്പാദിച്ചിട്ട് നിൻ്റെ ആത്മാവ് നിത്യതയിൽ പോയില്ലെങ്കിൽ നിനക്ക് എന്ത് പ്രയോജനം? ഞാൻ പറഞ്ഞില്ലേ, പുതിയ നിയമത്തിൽ യേശു കർത്താവ് അതുകൊണ്ട് ആ പരീശന്മാരുടെ കപടഭക്തി എല്ലാം കീറിക്കളയുവാൻ അവരോടായിരുന്നു. ഈ പഴയ നിയമ പ്രമാണം ആചരിക്കുന്ന പുരോഹിതന്മാരോടും ആ സന്നിധിൻ സംഘത്തോടും ആ കൗൺസിലിനോടും യെരൂശലേം ദേവാലയം ഇത് കല്ലിന്മേൽ ശേഷിക്കാതെ ഈ പാറ്റേൺ ഓഫ് വേർഷിപ്പ് കർത്താവ് നശിപ്പിക്കും എന്നാണ് പറഞ്ഞത്. എന്നാൽ മാത്രമേ എന്തു വരത്തുള്ളൂ? അവരും യഹൂദന്മാരും ക്രിസ്തുവിങ്കിലേക്ക് തിരിയണം. ക്രിസ്തുവിങ്കിലേക്ക് തിരിയാത്തതുകൊണ്ട് ആ ഫെലിസ്തീനെ കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് നിങ്ങൾക്ക് അറിയുന്ന മാസാക്കർ അവിടെ നടക്കുന്നത്. അല്ലെങ്കിൽ അവിടെ ഭയങ്കര കൊലപാതകമാണ് നടക്കുന്നത്. ഇപ്പോഴും രഹസ്യമായിട്ട് നടക്കുക. കഴിഞ്ഞ ദിവസവും കണ്ടു, കുഞ്ഞുങ്ങളെല്ലാം വെടിവെച്ച് തലയിൽ കൂടെ ഒക്കെ ചോര ഒഴുകുന്നു. ഇത് ഒരു പുതിയ നിയമ ക്രിസ്തുവിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പലസ്തീനാട്ട് ഏത് വ്യക്തിയും അവനും ക്രിസ്തുവിൽ വീണ്ടും ജന്മം പ്രാപിച്ച് എൻ്റെ കൂടെ ആത്മാവിൽ ആരാധിക്കണം, എൻ്റെ സഹോദരനായിട്ട് തീരണം എന്നാണ് എൻ്റെ മേലുള്ള കർത്താവിൻ്റെ വിളി എന്ന് വിചാരിക്കത്തില്ലേ? ഈ പഴയ നിയമ പ്രമാണത്തിൽ കിടക്കുന്നതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? ചുറ്റിനുള്ള അയൽവക്കക്കാരെല്ലാം ശത്രുവായിട്ട് കണ്ടിട്ട് ഈ വലിയ നീച പ്രവൃത്തി ലോകം മുഴുവനും. ഇനി അവരെ ഏത് യഹോവയെ പറ്റി പ്രസംഗിച്ചാൽ ആരെങ്കിലും കേൾക്കുമോ? ക്രിസ്ത്യാനികൾ പോലും, യഹൂദന്മാരിൽ പോലും ഒരു ഭാഗം അന്യതരാണ്. ഒരു പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല. കാര്യം അവർ നിൽക്കുന്നത് ആ പ്രമാണം അതിൻ്റെ കാലഘട്ടമല്ല പുതിയ നിയമ പ്രമാണത്തെ പറ്റി. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട്. 14ഉം 15ഉം നമ്മൾ വായിച്ചു. പഴയ നിയമം വായിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മൂടുപടം മാറിപ്പോകത്തില്ല. ഈ മൂടുപടം മാറിപ്പോകുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിലാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട്. പഴയ നിയമ പ്രമാണത്തിന് എന്തോ എഴുതിയേക്കുന്നത്? ബുക്ക് ഓഫ് മോസസ്. ഈ മോശയുടെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദ വെയിൽ സ്റ്റിൽ ലൈസ് ഇൻ ദ ഹാർട്ട് എഴുതിയിരിക്കുന്ന ഹൃദയത്തിൽ ആ മൂടുപടം അവിടെ കിടക്കും. എന്തോ ഈ മൂടുപടം? 16 വായിച്ച്. പഴയ നിയമം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂടുപടം കിടക്കും, പുതിയ നിയമം വായിക്കുമ്പോൾ മൂടുപടം തീങ്ങിപ്പോവും. മോശയുടെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂടുപടം അവിടെ കിടക്കും. കർത്താവിങ്കിലേക്ക് when a person turns to Christ, ക്രിസ്തുവിൽ കൂടും, ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൽ കൂടുകയാണ് മൂടുപടം നീങ്ങിപ്പോകുന്നത്. ഇനി ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം. നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്ന പലരും ഒരു തിമിരത്തിൻ്റെ കാറ്ററാക്റ്റിൻ്റെ ഏജിലേക്കാണ് കിടക്കുന്നില്ലേ? പണ്ടൊക്കെ 65-70 തൊട്ട് 80 വയസ്സ്, കഴിഞ്ഞിടയ്ക്ക് 80 വയസ്സൊക്കെ ആകുന്നവർക്കായിരുന്നു തിമിരം വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ പലരും നമ്മുടെ കൂട്ടത്തിലൊരു സഹോദരിക്കൊക്കെ നമുക്കറിയാം, ഒരു 52-53 വയസ്സായപ്പോൾ തിമിരം വന്നു. അതിന് ഓപ്പറേഷൻ കഴിഞ്ഞു. 50 വയസ്സാകുമ്പോൾ ഇപ്പോൾ എന്ത് വരുന്നുണ്ട്? ആൾക്കാർക്കൊക്കെ 45-ലും 48-ലും ഒക്കെ വരുന്നുണ്ട്. ഈ കണ്ണിൻ്റെ ചുറ്റിനും കാണാം നമുക്കിങ്ങനെ, അവർ ടോർച്ച് വെച്ച് ആദ്യം ഡോക്ടേഴ്സ് അടിച്ചു നോക്കുന്നത്. അപ്പോൾ ഒരു വൈറ്റ് ഇങ്ങനെ കണ്ണിൻ്റെ ചുറ്റിനും, ആ ഐബോൾ കറുത്ത കൃഷ്ണമണിക്ക് ചുറ്റിനും ഇങ്ങനെയൊക്കെ തുടങ്ങും. ഈ തിമിരം തുടങ്ങുമ്പോഴേ നമുക്കറിയാം ഒരു മങ്ങൽ വരും. ഇത് ഐസൈറ്റുമായിട്ട് ബന്ധമില്ല, ഇതൊരു ലെയറാണ് ഫ്രണ്ടിൽ.
ആ ലെയർ അങ്ങ് ഓൾറെഡി അത് വല്ലാതായി തീരുക. അപ്പം തിമിരം വരുമ്പോൾ എന്ത് ചെയ്യും? കണ്ണ് മങ്ങും. ഈ കണ്ണ് മങ്ങി തിമിരമുള്ള ഞങ്ങളുടെ തന്നെ പ്രായമുള്ളവരെ ഇടയ്ക്ക് ആ കാര്യത്തിനൊക്കെ കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. ഈ തിമിരം ഡോക്ടറൊക്കെ എവിടെ കാണാൻ പറ്റും? ആദ്യം അവർക്ക് ഈ ഒരു സൈഡിലൊക്കെ കാണാം, പിന്നെ അവർക്ക് ഇടയ്ക്ക് മാത്രം കാണാം, പിന്നെ ഒരു സൈഡിലോട്ട് മാത്രം. ഇതിങ്ങനെ എന്ത് ചെയ്യും? ഓരോ സെക്ഷൻ എന്ത് ചെയ്യും? കവർ ചെയ്ത് വരും. ഇത് കുറച്ച് കവറായിട്ട് വേണം സർജറി ചെയ്യാനൊക്കെയാണ് സർജറി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറ്റി പറയുന്നത്. തിമിരം വന്നാലുള്ള പ്രോബ്ലം എന്തുവാ? തിമിരം കൂടിയാലുള്ള കുഴപ്പം എന്തുവാ? ഒരാളെൻ്റെ മുമ്പിൽ നിപ്പുണ്ട്, നിഴലായിട്ട് കാണാം, വ്യക്തതയില്ല. ഇത് ന്യൂസ് പേപ്പറാണെന്ന് കാണാം, ഇത് ബൈബിളാണെന്ന് കാണാം, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. മനസ്സിലായോ? തിമിരം ബാധിച്ച ഈ മൂടുപടം നീങ്ങിപ്പോയില്ലേ പഴയ നിയമം വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം? ക്രിസ്തുവിനെ പറ്റി എനിക്കറിയാം, ഞാൻ രക്ഷിക്കപ്പെട്ടതാ, ഞാൻ സ്നാനപ്പെട്ടതാ, തുടർന്നുള്ളത് എനിക്ക് എന്ത് ചെയ്യത്തില്ല, എന്നെ വിളിച്ച വിളി എന്തുവാന്ന് അറിയത്തില്ല. ഈ ലോകത്തിലെ നന്മയല്ല നന്മ, ഇത് നിലനിൽക്കത്തില്ല. ഇവിടെ ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടേ മതി. എനിക്ക് ഉയരത്തിലേത് പ്രാപിക്കണം. ദൈവത്തിൻ്റെ മുമ്പിൽ ന്യായവിധൂസത്തിൽ നിൽക്കുമ്പോൾ തല കുനിച്ച് നാണം കെട്ട് അനേകർ അവിടെ നിൽക്കുമ്പോൾ ഞാൻ തല ഉയർത്തി പ്രാഗൽഭ്യത്തോടെ കർത്താവ് എന്നെ ഏൽപ്പിച്ച പണി ഞാൻ ചെയ്തു, എൻ്റെ ഓട്ടം ഓടി അധ്വാനിച്ചു. ഇനി ആ ജീവകീടം പ്രാപിക്കുവാൻ പ്രാഗൽഭ്യത്തോടെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ലോകം കളിയാക്കും എന്നുള്ളതാണ് കേടാണല്ലോ. അവിടെ എക്സ്ക്യൂസ് ഒന്നും പോകത്തില്ല. നമുക്ക് എക്സ്ക്യൂസ് പറയാൻ ഒത്തിരി, എൻ്റെ കുടുംബം എനിക്ക് എൻകറേജ്മെൻ്റ് അല്ലായിരുന്നു, ഞാൻ ആയത് സാഹചര്യം ശരിയല്ല, ഞാൻ വന്ന ബാക്ക്ഗ്രൗണ്ട് ശരിയല്ല, എൻ്റെ ജോലി രാവിലെ തൊട്ട് വൈകിട്ട് വരെയും എന്നെ അനുഭവിച്ചില്ല, ഒന്ന് ദൈവസന്ധിയിൽ അല്പസമയം ഇരിക്കാൻ എനിക്ക് പല കാര്യം. എനിക്കൊരു പലരും പറയുന്നത് എനിക്കൊരു റൂമില്ലായിരുന്നു, വേറൊരു പ്രാർത്ഥനാ റൂമില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ ആൾക്കാർ എക്സ്ക്യൂസ് പറയുന്നു. ഇതൊന്നും കർത്താവിൻ്റെ വിഷയമല്ല. പ്രാർത്ഥന റൂം ഇല്ലെങ്കിൽ കർത്താവ് വരുന്ന പോലെ ചില ദൂരം മാറി മലമേൽ എവിടെയെങ്കിലും പോയി ഇരിക്കണം, അല്ലെങ്കിൽ ടർസിൽ പോയിരിക്കണം. ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. ഞാൻ പറഞ്ഞില്ല, ഓരോരുത്തർ നമുക്ക് 100 എക്സ്ക്യൂസ്. ഈ എക്സ്ക്യൂസ് ഒന്നും അവിടെ വില പോകത്തില്ല, അവിടെ മുട്ടാടും, നമ്മുടെ നാക്ക് ഇറങ്ങിപ്പോവും. കർത്താവിൻ്റെ ഇടിമിന്നൽ ശബ്ദത്തിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ ഒരൊറ്റ സാഹചര്യ എക്സ്ക്യൂസും നമ്മുടെ ഇവിടുത്തെ ബുദ്ധി ഒന്നും അവിടെ പോകത്തില്ല. വളരെ വ്യക്തമായിട്ട് ഈ മൂടുപടം അവിടെ കാണും. ഈ പഴയ നിയമം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ല. എന്നെ വിളിച്ചത് എന്തിനാ? അപ്പോഴാണ് പ്രവാചകരെ എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിക്കേണ്ടി വരുന്നത്. ആവശ്യമാ പ്രവാചകന്മാരും പ്രവചനവും ഒക്കെ ആവശ്യമാ തുടക്കത്തിൽ നമ്മളെ വഴി നടത്താൻ. അത് കഴിഞ്ഞ് കർത്താവുമായിട്ടൊരു ഡയറക്റ്റ് ബന്ധമാണ്. ആൾക്കാരോട് ചോദിക്കേണ്ട, ദൈവസന്നിധിയിൽ മുട്ടുമേ ഇരുന്ന കർത്താവ് സംസാരിക്കും. ഇവിടെ നമ്മൾ എത്ര വ്യക്തമായിട്ട് അവിടെ എല്ലാം എഴുതിയിരിക്കുന്നത്, ഒരു വ്യക്തി കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ, ക്രിസ്തുവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോ. അതുവരെ ഈ ന്യായപ്രമാണവും ബൈ ദ റീഡിംഗ് ഓഫ് ദി ഓൾഡ് ടെസ്റ്റ് പഴയ നിയമവും വായിച്ചുകൊണ്ടിരുന്നാൽ ദാറ്റ് വെയിൽ സ്റ്റിൽ റിമെയിൻസ്. ആ കേർട്ടൻ പോലെ നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരിക്കും, മറയാ. എന്തുവാന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല, മറയാ. ഇന്ന് ദൈവമക്കൾക്കൊക്കെ സ്വർഗീയമായത് കാണാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ അവർക്ക് കാണുന്നത് ഏതാ? ഈ ലോകത്തിൻ്റെതാ. അങ്ങനെ ആ ഫോക്കസ് അങ്ങോട്ടായി പോകുന്നു. അതുകൊണ്ട് സ്തോത്രം, ഈ ദിവസം ഓരോ മൂടുപടങ്ങൾ നീങ്ങിപ്പോട്ടെ. എവിടെയൊക്കെ ഒരു ക്ലാരിറ്റി ഇല്ല, കർത്താവ് തന്നെ ഇടപെടട്ടെ. എവിടെയൊക്കെ തീരുമാനമെടുക്കേണ്ട വിഷയത്തിൽ ഒരു വ്യക്തതയില്ല, കർത്താവ് ഇടപെടട്ടെ. നിങ്ങളെ വിളിച്ച വിളി, നിങ്ങളെ വിളിച്ച ശുശ്രൂഷ, ഞാൻ എന്തെങ്കിലും അങ്ങ് പ്ലാൻ ചെയ്ത് ശുശ്രൂഷ കർത്താവിന് വേണ്ടി ചെയ്യാൻ പോയാലൊന്നും നടക്കത്തില്ല. ദൈവമാണ് എന്നെ ഉപയോഗിക്കേണ്ടത്. അതിനുവേണ്ടി വേണ്ടത് പൂർണ്ണ സമർപ്പണം, അതിനുവേണ്ടി വേണ്ട പൂർണ്ണ അനുസരണം, അതിനുവേണ്ടി ദൈവസന്ധിയിൽ നമ്മളൊന്ന് താന്നിരിക്കണം. അവിടെ കൊരിന്ത്യ സഭയോട് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ കർത്താവിൻ്റെ ആലോചന വ്യക്തമായി തീരാത്ത എന്നാണെന്നറിയോ? ഇനി ഒരു ദൈവദാസനിൽ കൂടി പോലും സംസാരിച്ചു കഴിഞ്ഞാൽ അത് കേട്ടാൽ പോലും വ്യക്തമായി തീരാൻ കഴിയത്തില്ല. കാരണം എന്നാ? ഈ മൂടുപടം ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. ഈ മൂടുപടം ഏതിൽ മാത്രമേ മാറത്തുള്ളൂ? ക്രിസ്തുവിൽ മാത്രമേ, ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൽ മാത്രമേ. വളരെ വ്യക്തമായിട്ട് പഴയ നിയമം വായിക്കുമ്പോൾ മൂടുപടം കൂടുമെങ്കിൽ പുതിയ നിയമം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ജീവിതത്തിൽ പ്രായോഗികമാക്കുമ്പോൾ മൂടുപടം എന്ത് ചെയ്യും? നീങ്ങിപ്പോവും ക്രിസ്തുവിനാൽ. എന്നിട്ട് എന്തുവാണ് ആ പ്രത്യാശ? 17 വായിച്ചാൽ, ഇതങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചിന്തിക്കും? പലരും പറയുന്നുണ്ട് വി ഹാവ് ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തു നമ്മളെ സ്വാതന്ത്ര്യമാക്കി ഇനി ഇഷ്ടം പോലെ ജീവിക്കാമെന്ന് വരെയും പഠിപ്പിക്കുന്ന ലിബറൽ കൂട്ടങ്ങളുണ്ട്. അതല്ല ഇവിടെ എഴുതിയേക്കുന്നത്. കർത്താവിൽ ഒരു സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഇത്രയും നാളും നമ്മൾ ആ ന്യായപ്രമാണത്തിൻ്റെ ബന്ധനത്തിലായിരുന്നു. റോമാലേഖനത്തിലെല്ലാം അത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ന്യായപ്രമാണത്തിൻ്റെ ഒരു കെട്ടുണ്ട്, ആ ബന്ധനത്തിലായിരുന്നു. ക്രിസ്തുവിൽ കൂടെ വി ഹാവ് ബീൻ ഗിവൻ ലിബർട്ടീസ്. ക്രിസ്തുവിൽ. അതാണ് ഇപ്പം ഇന്നും യഹൂദനെ പ്രാപിക്കുവാൻ കഴിയാത്തത്. യഹൂദൻ ഇന്നും പ്രാപിക്കാൻ കഴിയാത്തത് എന്തോ? ന്യായപ്രമാണമുണ്ട്, തോറ. നമുക്കിവിടെ നേരത്തെ സഹോദരിമാരുണ്ടായിരുന്നു, നേഴ്സസായിട്ടൊക്കെ അവിടെ ഇസ്രായേലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവരെ കൂടുമ്പോൾ ആ സഹോദരിയും അവിടെ ഇരുത്തുമായിരുന്നു. അവരുടെ കുടുംബത്തോട് കൂടി പ്രാർത്ഥിക്കുമ്പോൾ അവർ തോറ എടുത്തൊരു ഭയങ്കര വായനയാണ്. വായിക്കാതെ അവർ കഴിക്കത്തില്ല. ശബത്ത് ദിവസം ഇനി തലേന്ന് ഒരു ലൈറ്റ് ഓണായി കിടന്നാൽ
പിന്നെ ബൈബിളിൽ കാണുന്ന പോലെ തന്നെ ഇനി പശുവോ ആടോ അഴിഞ്ഞു പോയാൽ പോലും ശബത്തിൽ അവരത് ചെയ്യത്തില്ല. ശബത്തിൽ ഒറ്റ വാഹനം റോട്ടിൽ ഓടത്തില്ല. അക്ഷരികമായിട്ടൊരു ബന്ധത്തിൻ്റെ പ്രതിനിധിയാണ് സഹോദരി ജെറുസലേമിൽ തന്നെ. താൻ ഒത്തിരി വർഷങ്ങൾ 4-5 വർഷം ജോലി ചെയ്യുക ഓരോ അവധിക്ക് വരുമ്പോൾ അവിടുത്തെ റിപ്പോർട്ട്സൊക്കെ നമ്മളോട് പറയുമായിരുന്നില്ല. അവർ ന്യായപ്രമാണം ഭയങ്കരമായിട്ട് വായിക്കുന്നുണ്ട്. വായിച്ച് അവരുടെ എല്ലാ പ്രോഗ്രാംസിനും അവരതിൻ്റെ ഓരോ ഭാഗങ്ങളെടുത്ത് വായിക്കുന്നുണ്ട്. അവരുടെ മൂടുപടം നീങ്ങാത്തതിൻ്റെ കാരണം എന്നാ? ക്രിസ്തുവിൽ കൂട് പുതിയ നിയമം വായിക്കുവാൻ കഴിയാത്തതുകൊണ്ട്, അത് ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ കഴിയാത്തതുകൊണ്ട്. 18 വായിച്ചാൽ. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി. 17 നമ്മൾ കണ്ടു ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിലൊക്കെ എഴുതി വായിച്ചു. ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, റോമാലേഖനത്തിൽ എല്ലായിടത്തും എഴുതിയേക്കുന്ന ഒരു ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ പഴയ നിയമത്തിൽ അതിനൊരു ബന്ധനമുണ്ട്, അതിനൊരു മൂടുപടമുണ്ട്. പഴയ നിയമ പ്രവാചകന്മാരെല്ലാം ക്രിസ്തുവിനെ പറ്റി സങ്കീർത്തനം, മെഷിഹ സങ്കീർത്തനം എന്ന് നമ്മൾ പറയും. ചില സങ്കീർത്തനങ്ങൾ ദാവീദ് ക്രിസ്തുവിനെ പറ്റി എഴുതിയിട്ടുണ്ട്, യെശയ്യാവ് ക്രിസ്തുവിനെ പറ്റി എഴുതിയിട്ടുണ്ട്. പഴയ നിയമ പ്രവാചകന്മാരൊക്കെ ക്രിസ്തുവിൻ്റെ ജനനത്തെ പറ്റി അവർക്ക് എന്തൊക്കെയോ അറിയായിരുന്നു, ക്രൂശീകരണത്തെ പറ്റി അറിയായിരുന്നു. പക്ഷെ അവർക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ കഴിഞ്ഞില്ല, രക്ഷകനായിട്ട് സ്വീകരിക്കുവാൻ കഴിഞ്ഞില്ല. അവിടെ എല്ലാം പഴയ നിയമത്തിലെല്ലാം ഇമ്മാനുവേൽ, കർത്താവ് 7-ാം അധ്യായത്തിലൊക്കെ യെശയ്യാവ് എഴുതിയിട്ടുണ്ട്. ഇമ്മാനുവേൽ യേശുവിൻ്റെ പേരാ, ആരുടെ പേരാ? യേശുവിൻ്റെ പേരാ. യെശയ്യാവ് വീണ്ടും 9-ാം അധ്യായത്തിൽ യേശുവിൻ്റെ പേരുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനപുത്ര, അതെല്ലാം അറിയാം. പ്രിൻസ് ഓഫ് പീസ്, ജീസസ് ഈസ് ദ പ്രിൻസ് ഓഫ് പീസ്. പക്ഷേ യേശു ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എഴുതിയ യെശയ്യാവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ യെശയ്യാവ് എന്തു പറയും? യെശയ്യാവ് 53-52 അധ്യായത്തിലെല്ലാം തൻ്റെ ക്രൂശീകരണത്തെ പറ്റി പറയുമ്പോഴും ആരാന്നൊരു ക്ലാരിറ്റി ഇല്ല. നിങ്ങൾക്കുണ്ടോ ഹൂ ഈസ് ജീസസ് എന്നുള്ളൊരു ക്ലാരിറ്റി? ഞാൻ രക്ഷിക്കപ്പെട്ടു, പാസ്റ്റർ അന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ ഏറ്റു പറഞ്ഞു. പിന്നെ പാസ്റ്റർ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു സ്നാനപ്പെടാൻ സമയമായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? മുങ്ങി. അതല്ലാതെ ഒരു വ്യക്തിപരമായ ബന്ധമുണ്ടോ? ദൈവമക്കളെ, വ്യക്തിപരമായ ബന്ധത്തിൽ കൂടി ദൈവസന്നിധിയിൽ വന്നവർ നിലനിൽക്കും. അവർക്കൊരു വളർച്ചയുണ്ട്. ആരും അവരെ പുറയിന്ന് പിടിച്ച് തള്ളേണ്ട ആവശ്യമില്ല. ഈ ജീവനുള്ള ഉൾനട്ട വചനം. എന്നിട്ടാണ് അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാ ആകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. പല കാര്യങ്ങൾ ഞാൻ ആഴത്തിലേക്ക് പോകുന്നില്ല. ഇവിടെ എഴുതിയേക്കുന്ന ആ മൂടുപടം നീങ്ങിപ്പോയാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യും? കർത്താവിനെ നമ്മൾ താഴെ ആയിരിക്കുന്ന പോലെ കാണും. എന്ന് വെച്ചാൽ കർത്താവിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നവരായി, ഇൻസ്റ്റെഡ് ഓഫ് ക്രൈസ്റ്റ്. ഇവിടെ ഞാനായിരിക്കുന്ന, നമ്മൾ ഈ സ്റ്റേഡിയത്തിൻ്റെ ഇവിടെ അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് താമസിക്കുന്ന സ്ഥലത്ത്, ഇവിടെ വന്നവരൊക്കെ വളരെ ദൂരെ നിന്നൊക്കെ ഡ്രൈവ് ചെയ്താൽ രാവിലെ വന്നത് അല്ലല്ലേ? ഇത്രയൊക്കെ ദൂരെ നമ്മൾ എന്തിനാണ് വരുന്നത്? ഓടിച്ചു വരുന്നത്. ഒന്നിച്ച് ചേർന്ന് കർത്താവിന് ഈ ദേശത്ത് നമ്മൾ താമസിക്കുന്ന ഓരോ സ്ഥലത്താണ്. അവിടെ ഒക്കെ കർത്താവിന് പകരമായി ടു റിഫ്ലക്ട് ക്രൈസ്റ്റ്. അങ്ങനെ നമ്മളായിരിക്കുമ്പോൾ ഈ പുതിയ നിയമ പ്രമാണം വായിച്ച് ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അക്ഷരം കൊല്ലുന്നു. എത്ര വായിച്ചുകൊണ്ടിരുന്നാലും, ഞാൻ 1000 വട്ടം വായിച്ചതാന്ന് ചിലർ പറയും, വായിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇത് ജീവിതത്തിൽ ഒരു പുതുക്കം തരണം. നമ്മുടെ കാഴ്ചപ്പാട് കർത്താവിനെ പോലെ. ഈ 18-ാം അധ്യായം നിർത്തുന്നത് എങ്ങനെയാണ്? ഇവിടെ എഴുതിയേക്കുന്ന തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചോട്. ദൈവമക്കളെ, അല്ല ഇതിനൊക്കെ എത്ര ആഴം ഉണ്ടെന്നറിയാമോ? അല്ലേ? ഇത് ഓരോരുത്തരുടെ ആഗ്രഹമായിരിക്കണം. ഇതെൻ്റെ പ്രത്യാശയാണ് എഴുതിയിരിക്കുന്നത്. പൗലോസ് പറയുന്നത്, ദിസ് ഈസ് മൈ ഹോപ്പ്, ഇതെൻ്റെ പ്രത്യാശയാണ്. ആൻഡ് ഐ എം ബോൾഡ് ടു സ്പീക്ക്. ഞാനത് ധൈര്യമായിട്ട് സംസാരിക്കും. എനിക്ക് പ്രത്യാശ ഉണ്ടെങ്കിൽ മാത്രമല്ല എൻ്റെ മുമ്പിൽ വരുന്നതിൽ എൻ്റെ അടുത്ത് ദൈവം കൊടുക്കുന്ന ഒരാളോട് ഈ പ്രത്യാശ പകരുവാൻ കഴിയും. ഈ പ്രത്യാശ ഇല്ലേലുള്ള കുഴപ്പം എന്തോന്നറിയാം? പ്രത്യാശ ഉണ്ടെങ്കിൽ തേജസ്മേൽ തേജസ് പ്രാപിച്ച് പുതുക്കം പ്രാപിച്ച് ഒരു വലിയ സന്തോഷത്തിൽ. ഇപ്പം ഫോർ എക്സാമ്പിൾ, എൻ്റെ എക്സാമ്പിൾ ഞാൻ പറയും. പ്രത്യാശയില്ല, മടുപ്പാണ്. പിന്നെ ആകെപ്പാടെ ഞാൻ പിന്നെ ഇങ്ങനെ നോക്കും. നിങ്ങളുടെ ആരുടെങ്കിലും കുറ്റം, അവരുടെ കുറ്റം പറയാൻ തോന്നും, നിങ്ങളുടെ കുറ്റം പറയാൻ. ഇവിടെ അവരുടെയൊക്കെ കുറ്റമുണ്ടല്ലോ, ഇവിടെ കുറ്റമുള്ളൂ, അവിടെ കുറ്റമുണ്ടല്ലോ. ഓരോരുത്തരുടെ കുറ്റവും പറഞ്ഞുകൊണ്ട് അവരുടെ കുറ്റം കണ്ടുപിടിച്ച് ഇന്ന കാരണത്താല ഞാനിങ്ങനെ ആയെന്നും പറഞ്ഞ് ഇങ്ങനെ ഓരോ എക്സ്ക്യൂസും പറഞ്ഞുകൊണ്ട് ഇവിടെ മടുപ്പാ ജീവിതത്തിൽ. അവരോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പോകുന്നു. ഒരു പ്രത്യാശയില്ല, സന്തോഷമില്ല ജീവിതത്തിൽ. എന്തില്ല? സന്തോഷമുള്ള ഒരു വ്യക്തി എങ്ങനെ? ദൈവമക്കളെ, ദൈവകൃപയാൽ. നിങ്ങളൊരു മുസ്ലിമിനോട് ചോദിച്ചു നോക്ക്, അവർ ഹംദുലില്ലാഹ് എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്തുവാ? ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് തന്നെ എൻ്റെ അറബിക് അല്ല ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ദൈവകൃപയാൽ ഞാൻ സന്തോഷമായിട്ട്. ഇലാഹ് എന്ന കറക്റ്റ് വാക്കെങ്കിലും അല്ല, അവരുടെ ഭാഷയിൽ അവരുടെ ട്രാൻസ്ലേഷൻ അങ്ങനെ എഴുതിയിരിക്കുന്നത്. സോ അതിൻ്റെ അർത്ഥം വേറെ നമുക്ക് എത്ര പേർക്ക് അങ്ങനെ പറയാൻ പറ്റുന്നു? സന്തോഷത്തോട് ഏത് വ്യക്തി, ജാതീയ വ്യക്തി ചോദിച്ചാൽ, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്, ഹല്ലേലൂയ, ഐ ആം ഹാപ്പി ഇൻ ദ ലോർഡ്.
എന്നെ ദൈവം നടത്തുന്നതിൽ ഞാൻ സന്തുഷ്ടം. എൻ്റെ പേഴ്സ് കാലിയായിരിക്കും, 2 നേരം ഞാൻ കഴിച്ച് കാണത്തില്ല, നിങ്ങളാരും അറിഞ്ഞു കാണത്തില്ല, അല്ല പലവിധ നിന്നേ കഷ്ടതയിൽ കൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ടായിരിക്കും. പക്ഷെ ഒരാൾ എന്നോട് ചോദിച്ചാൽ ഇങ്ങനെ വാടിയിരിക്കാനല്ല, ക്രിസ്തുവിനെ ഒരു കണ്ണാടി റിഫ്ലക്റ്റ് ചെയ്യുന്ന പോലെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ റിഫ്ലക്ഷൻ അല്ലേ കാണണ്ട, ലോകം നോക്കുമ്പോൾ നിങ്ങളിൽ ക്രിസ്തുവിനെ കാണണം. അല്ലെങ്കിൽ അതാണ് വീണ്ടും വീണ്ടും എൻകറേജ് ചെയ്യുന്ന, അവർക്ക് മടുപ്പ് കൊണ്ടിരുന്ന 2 കൊരിന്ത്യർ വളരെ വ്യക്തമായിട്ട് അവർക്ക് മടുപ്പ് കൊണ്ടിരുന്ന, ക്ഷീണം കൊണ്ടിരുന്ന വിഷയങ്ങൾ സഭയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ആ സഭയെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് കർത്താവിന് വേണ്ടി നിലനിൽക്കും. അങ്ങനെ നിൽക്കുവാനാണ് കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരും ദൈവത്തിന് വേണ്ടി ബലപ്പെടുത്തട്ടെ. നമ്മുടെ ഇവിടുത്തെ